ഇന്നുള്ള ആയുസ് നാളെയില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിലുണ്ടായിരുന്ന ആയുസ് ഇന്ന് നമുക്കില്ല. 40 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ഇനി 40 കൊല്ലം ജീവിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. 80 വയസ്സ് വരെ അവൻ ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. 50 വയസ്സ് ജീവിച്ച ഒരാൾക്ക് ഇനിയൊരു 50 വയസ്സ് കിട്ടൂല. തലരോമങ്ങൾ നിരച്ച് വെള്ളരോമമായാൽ, താടിരോമങ്ങളിൽ നിര വന്നാൽ ഈ ലോകത്തുനിന്ന് വിട പറയാനായി, ഇവിടം കാലിയാക്കി കൊടുക്കാൻ സമയമായി. ഇന്നലെ നിങ്ങളാണ് ഇവിടെ നിസ്കരിച്ചിരുന്നെങ്കിൽ നാളെ മറ്റൊരാളാണ് ഇവിടെ നിസ്കരിക്കുന്നത്. ഇന്നലെ നിസ്കരിച്ചിരുന്ന ഞാനും നിങ്ങളും ഇവിടെ നിന്ന് അല്പം മാറിക്കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അത്യുന്നതമായ സ്ഥാനം, ആ സ്ഥാനത്തേക്ക് അവർ എത്തിയത്. അവരുടെ സമയത്തിന്റെ വില അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതെ, ഞാൻ സറാതൈഫുമൻ അഹ്വാ ഫറഖനി والحب يعترض اللذات بالألم. ഈ ബുർദയിലെ വരി വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇമാം ബാജൂരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുകയാണ്, ഒരു മനുഷ്യൻ നല്ലപോലെ വുളൂ ചെയ്ത് നജസില്ലാത്ത വസ്ത്രം ധരിച്ച് വുളൂ ചെയ്യുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്ത് കിടക്കാൻ നേരത്തെ എങ്ങനെയാണ്? അത് അദബാണ്, മര്യാദയാണ്. മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും എങ്ങനെയാണ് കിടക്കേണ്ടത്? എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരൊന്നിച്ച് എങ്ങനെയാണ് ജീവിച്ചത്, അവിടെ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, എല്ലാം ഹദീസുകളിൽ കാണാം. അവിടുന്ന് കിടന്നിരുന്ന രൂപം തലഭാഗം വടക്കോട്ടും കാലുഭാഗം തെക്കോട്ടും വെച്ച് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞായിരുന്നു റസൂലുള്ളാഹി കിടന്നിരുന്നത്. അങ്ങനെ വലഭാഗത്തിന് മേൽ ചെരിഞ്ഞുകൊണ്ട് വലത്തെ കൈ തലക്ക് താങ്ങായി കൊടുത്തുകൊണ്ടായിരുന്നു കിടന്നിരുന്നത്. ആ രൂപത്തിലുള്ള ഉറക്കമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിയിരുന്നത്. അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുത്ത അസ്വാജുൽ മുത്തഹറാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വുളൂ ചെയ്യാതെ അള്ളാഹുവിന്റെ റസൂൽ കിടക്കാൻ പോയിട്ടില്ല. മിസ്വാക്ക് ചെയ്യാതെ, ബ്രഷ് ചെയ്യാതെ കിടക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മഹാന്മാരെ ചരിത്രങ്ങൾ കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മമാരോട്, അനുജത്തിമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എഴുന്നേറ്റാൽ പോലും കർശനമാക്കാത്ത രൂപത്തിൽ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യൽ, മിസ്വാക്ക് ചെയ്യൽ, കിടക്കാൻ നേരത്ത് ബ്രഷ് ചെയ്യുന്നതിന്റെ അത്ര മുഅക്കദല്ല, അത്രമാത്രം ശക്തമല്ല. കിടക്കാൻ നേരത്താണ് കാര്യമായി മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി, ബ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിൽ ശാസ്ത്രീയപരമായ ഒരുപാട് നേട്ടങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് നല്ലപോലെ ബ്രഷ് ചെയ്യിപ്പിച്ച് മിസ്വാക്ക് ചെയ്യിപ്പിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കാവൂ. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ. ആ സുന്നത്ത് അവിടെ നിന്ന് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മിസ്വാക്ക് ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ, ഈ സുന്നത്തായ രൂപത്തിലാണ് കിടക്കാറുള്ളത്. ഒരു മയ്യത്ത് കിടത്തേണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ മയ്യത്തിനെ കിടത്തുമ്പോ, മരിച്ച ഒരാള് ആ രൂപത്തിൽ കിടത്തുമ്പോ അവന്റെ വയറ്റത്ത് വെച്ച കനം നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ രൂപം നമ്മളിപ്പോ സ്വീകരിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ രൂപമാണ്. അഥവാ അവന്റെ തലഭാഗം, ആ തലഭാഗം കിഴക്കോട്ടും കാലുഭാഗം പടിഞ്ഞാട്ടുമായി ഈ രൂപത്തിലാണ് നമ്മൾ കിടത്താറുള്ളത്. അതിന്റെ കാരണം ഒന്നാമത്തെ ഏറ്റവും അഫ്ദലായ രൂപത്തിൽ മയ്യത്തിനെ കിടത്തുമ്പോ മയ്യത്തിന്റെ വയറ്റത്ത് വെച്ച കനം നീങ്ങിപ്പോകും. അപ്പൊ വയറ് വീർത്തു പോകും. ഇതുകൊണ്ടാണ്
നമ്മൾ രണ്ടാമത്തെ രൂപം സ്വീകരിച്ചത്. അല്ലെങ്കിൽ രാത്രി കിടക്കേണ്ടതും പകല് കിടക്കേണ്ടതും ഏത് സമയത്ത് കിടക്കേണ്ടതും ഇതേ രൂപത്തിലാണ്. ഇതാണ് അത് സുന്നത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്രയോ സുന്നത്തുകൾ ഒഴിഞ്ഞു പോവുകയാ. വുളൂ ചെയ്യുന്ന അവസരത്തിൽ 2 കൈയിന്റെ വിരലുകൾ കൂട്ടിച്ചേർത്ത് അത് വിടർത്തൽ വലിയ സുന്നത്തുള്ള കാര്യമാ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുമ്പോ തശ്ബീഖുൽ അസാബിഅ ചെയ്യാറുണ്ടായിരുന്നു. കൈ കഴുകുന്ന അവസരത്തിൽ, വുളുവിന്റെ ഫർളായ കൈ കഴുകുന്ന അവസരത്തിൽ അവിടത്തെ കൈയിന്റെ വിരലുകൾ കൂട്ടിച്ചേർത്ത് ഈ രൂപത്തിൽ വിടുവിച്ചുകൊണ്ട് വിരലുകൾ ചിക്കകറ്റുന്ന രൂപം, ആ ചിക്കകറ്റുന്ന രൂപത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ വുളൂ ചെയ്തിരുന്നത്. കാലിന്റെ വിരലുകൾ ഇടത്തെ കൈയിന്റെ ചെറുവിരല് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിക്കകറ്റുമായിരുന്നു. ഈ രൂപത്തിൽ വലത്തെ കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കാലിന്റെ വിരൽ അല്ലാഹുവിന്റെ റസൂൽ ചിക്കകറ്റുമായിരുന്നു. അതും വുളുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് വൃത്തിയായ രൂപത്തിൽ ഒരാൾ കിടക്കുമ്പോ ഉറങ്ങുന്നത് വരേക്കും നഅം സറാ തൈഫുമൻ അഹ്വാ ഫറഖനി വൽ ഹുബ്ബു യഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി എന്ന ഈ ബൈത്ത് ആവർത്തിച്ച് ചൊല്ലുകയാണെങ്കിൽ, ആ കിടത്തത്തിൽ കിടന്നിങ്ങനെ ആവർത്തിച്ച് ബൈത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ, ശൈഖുൽ ഇസ്ലാം ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതിയിരിക്കുന്നു, അവന്റെ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഇത് നിമിത്തമാ. വല്ലാതെ ശബ്ദം വെക്കണ്ട, കാരണം ഇതൊരു ഇൻഡോർ പരിപാടിയല്ലേ, ഇത് പുറത്തേക്ക് പോകില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ തിങ്ങിക്കാളും, ശബ്ദം കൂടുതലാക്കണ്ട. നിങ്ങൾ ഇമാം ബാജൂരി നിങ്ങൾ പറയാ, മുത്തുനബിയുടെ സ്വപ്നത്തിൽ കാണാന്ന് പറഞ്ഞാലും വല്ലാത്ത മഹാഭാഗ്യല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര മഹാന്മാർക്കാണ് അല്ലാഹു ആ ഭാഗ്യം കൊടുത്തത്. എത്ര ആളുകളാണ് ആ പൂമുഖം കൊണ്ട് ആസ്വദിച്ചത്. അൻത ഫിൽ കുല്ലി ജമീലു വജമാലു യാ മുതായി, എല്ലാ നിലക്കും സൗന്ദര്യമുള്ള ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സൗന്ദര്യം പടച്ചിട്ടുണ്ടെന്ന് കിതാബിൽ കാണാം. ഒരു സൗന്ദര്യത്തിന്റെ നേർപകുതിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. പകുതി കഴിച്ച് ബാക്കിയുള്ളത് ഡിവൈഡ് ചെയ്ത് തഖ്സീബാക്കി വിഹിരിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കൊടുത്തു. ഇന്ന് കാണുന്ന സൗന്ദര്യമുള്ള ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തികൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആ സൗന്ദര്യമൊക്കെ യൂസുഫ് നബിക്ക് കൊടുത്ത സൗന്ദര്യത്തിന്റെ ബാക്കിയുള്ള പകുതിയിൽ നിന്ന് ലഭിച്ചതാ. എന്നാൽ ഒരു ഫുൾ സൗന്ദര്യം, ഒരു പരിപൂർണമായ സൗന്ദര്യം മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കൊടുത്തിരിക്കയാ. അത്രമാത്രം സൗന്ദര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അവിടുത്തെ ശരീരത്തിന്റെ വേർപ്പ് കണങ്ങൾ വല്ലാത്ത സുഗന്ധമുള്ളതാ, നമുക്കറിയാം. അത്രക്കും മനോഹരരായ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള, ബാഹ്യരൂപത്തിലും ആന്തരിക രൂപത്തിലും എല്ലാം സൗന്ദര്യമാണ്. നബിയേ, തങ്ങളെല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവരാ. ഒരു ന്യൂനതയുമില്ലാത്ത പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ ഈ ബൈത്ത് ആവർത്തിച്ച് ചൊല്ലുന്നത് നിമിത്തമാ. ബുർദ വിശദീകരിച്ച 90ഓളം പണ്ഡിതന്മാരുണ്ട്. ബുർദക്ക് 90ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. എത്രയോ വലിയ വലിയ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇന്ന് തന്നെ 10ലധികം വ്യാഖ്യാനങ്ങൾ അതിനക്ക് ലഭ്യമാം. അതിൽപ്പെട്ട പ്രസിദ്ധമായ വ്യാഖ്യാനത്തിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഉറക്ക് വരുന്നത് വരെ
ഇങ്ങനെ ബൈത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന എത്രയോ ഉമ്മമാരുണ്ടായിരുന്നു, എത്രയോ അനുജന്മാരുണ്ടായിരുന്നു, എത്രയോ കാരണവന്മാരുണ്ടായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉറങ്ങുന്നത് വരെ ലൈറ്റ് അണച്ചാലും നമ്മുടെ കുട്ടികളുടെ ചെകിട്ടിന്റെ ഉള്ളിൽ ഫോണുകളാണ്, ശബ്ദം കേൾക്കാനുള്ള സംവിധാനങ്ങളാണ്, കാണാനുള്ള സംവിധാനങ്ങളാണ്. ഹറാമ് കണ്ടുകൊണ്ടുറങ്ങുന്നു. ഉറങ്ങുമ്പോഴും ഹറാമ്, എഴുന്നേൽക്കുമ്പോഴും ഹറാമ്, മുഴുവൻ സമയത്തും ഹറാം. അല്ലാഹു നമ്മളിൽ നിന്ന് ബർക്കത്തെടുത്തു പോയി. നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ കോവിഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഭീതി പോയിട്ടില്ല. ലോകത്ത് പലയിടത്തും അത് തിരിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞാൻ വന്ന ഉടനെ നിങ്ങളെ ഉസ്താദ് ഹസൈനാറ ഹസനെ മുകളിലേക്ക് കൊണ്ടുപോയി ടേബിളിന്റെ മുകളിൽ നല്ല ഈത്തപ്പഴം വെച്ചിരിക്കുന്നു. ഒരു കാലത്ത് ആ ഈത്തപ്പഴം സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മദീനയിൽ ലഭിക്കുന്ന സഫാ ഈത്തപ്പഴമാണത്. ആ ഈത്തപ്പഴം അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞ് വന്നാല്, അയൽവാസിയായ ഒരാളെ ഹജ്ജ് കഴിഞ്ഞ് വന്നാല് പഴയകാലത്ത് ഒരു ഈത്തപ്പഴം കിട്ടിയെങ്കിലെന്ന് മനസ്സിലിങ്ങനെ വലിയ കൊതിയുണ്ടാകും. ഹാജ് ഈത്തപ്പഴം കൊണ്ടുവരും. എന്നിട്ട് 2 ഈത്തപ്പഴം ഈ അയൽവാസിക്ക് കൊടുക്കും, 2 ഈത്തപ്പഴം ആ അയൽവാസിക്ക് കൊടുക്കും. മക്കളെ, കഥ പറയുകയല്ല, ഉമ്മാമാനോട് ചോദിച്ചു നോക്ക്, ഉപ്പാപ്പാനോട് ചോദിച്ചു നോക്ക്. അങ്ങനെ 2 ഈത്തപ്പഴമോ 1 ഈത്തപ്പഴമോ തന്നിട്ട് നല്ല കത്തി കൊണ്ടതിങ്ങനെ ഈർക്കളി പോലെ ഈളാക്കിയിട്ട് ബർക്കത്തിന് വേണ്ടി ഓരോരുത്തർക്കും ഓരോ ഈള് കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പുതിയാപ്പള നോമ്പ് തുറക്കാൻ വന്നാൽ 6 മണിക്കാണ് മഗ്രിബ് വാങ്ങെങ്കിൽ 5 മണിക്ക് തന്നെ ഈ കാരക്ക ചീളാക്കാൻ തുടങ്ങും. എന്നിട്ടൊരു ചെറിയ ചീളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അത് തന്നെ കിട്ടൽ വലിയ പ്രയാസമായിരുന്നില്ലേ? ഉമ്മമാരെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ആ സമയത്ത് മദീന സൂഖിൽ ലഭിക്കുന്ന അതേ രൂപത്തിലുള്ള ഈന്തപ്പഴം ഇതാ കക്കോവിൽ ലഭിക്കുകയാണ്, കോഴിക്കോട് ലഭിക്കുകയാ, രാമനാട്ടുകര ലഭിക്കുകയാണ്, സാക്ഷാൽ അജ്വ വരെ ലഭിക്കുന്നു. നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് രാമനാട്ടുകര വരെ മഗ്രിബിന്റെ ശേഷം ഒന്ന് യാത്ര ചെയ്തു നോക്ക്. വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കുമ്പോ സാക്ഷാൽ ജിദ്ദാങ്ങാടിയിലൂടെ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ടൗണിലൂടെ നടക്കുന്നത് പോലെയല്ലേ അനുഭവപ്പെടുന്നത്? ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നോ? മുഴുവനും AC ആയില്ലേ? സുബ്ഹാനല്ലാഹ്. ദുനിയാവ് അണിഞ്ഞൊരുങ്ങി എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാ. ഇത് വല്ലാത്ത ബേജാറുള്ള വിഷയമാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോ ആ ഭക്ഷണം നോക്കിയിട്ട് പൊട്ടിക്കരയുകയാണ്. എനിക്കിത് വേണ്ട. ഇങ്ങനെയുള്ളൊരു ഭക്ഷണം ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊന്നു മുസ്തഫ റസൂലുള്ളാഹി കഴിച്ചിട്ടില്ല. അതേ, അള്ളാഹുവിന്റെ റസൂൽ ഖന്തക്ക് കിടങ്ങി ഒഴിക്കുമ്പോ 2 കല്ല് വെച്ചാണ് വയറ്റത്ത് കെട്ടിയത്. 2 കല്ലാണ് വയറ്റത്ത് വെച്ച് കെട്ടിയത്. വല്ലാത്തൊരു സംഭവമാണ്. 59 ദിവസമാണ് ആ ഖന്തക്കിന്റെ ചുറ്റുഭാഗത്ത് റസൂലും സഹാബത്തും പട്ടിണി കിടന്നത്. 59 ദിവസം അവിടെ കിടന്നു. വെള്ളമില്ല, ഭക്ഷണമില്ല, കൊടിയ തണുപ്പാണ്. ആ തണുപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബത്ത് ചേരട്ട ചുരുണ്ട പോലെ ചുരുണ്ട് കിടന്നു. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് പോലും അവർ വിളിക്കുത്തരം നൽകാൻ കഴിയാത്ത രൂപത്തിൽ അവശരായി പോയി. وشد من صغب أحشاه وطوى تحت الحجارة كسحا مطرف اللذم. ഈ ബൈത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖർബൂത്തി റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്ത് വിശപ്പും തണുപ്പും സഹിക്കവയ്യാതെ ചുരുണ്ടുപോയി.
59 ദിവസമാണ് അവർ ആ ഖന്തക്കിന്റെ പരിസരത്ത് കഴിഞ്ഞുകൂടിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചില്ല. 2 കൈയും മുഖത്ത് പൊത്തിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. ഇത് റസൂലുള്ളാഹി കഴിച്ചിട്ടില്ല. ഇങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ കിടക്കുന്ന സ്വർഗത്തിലേക്ക് എങ്ങനെയാ കടക്കുക എന്നുള്ള ആശങ്ക നിമിത്തം ആ ഭക്ഷണം കഴിക്കാതെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പഴയകാല സംഭവങ്ങളൊക്കെ ഓർത്തുപോയി. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവർ വല്ലാതെ സംരക്ഷിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്നത് ഉർവത്ത് ഇബ്നു സുബൈറിന്റെ വീട്ടിലാ. കാരണം റസൂലുള്ളാഹി അങ്ങ് വിട പറഞ്ഞു പോയപ്പോ ആയിഷ ബീവിയാകുന്ന ഉമ്മ ഒറ്റക്കായി പോയി, വീട്ടിലൊറ്റക്കായി പോയി. മക്കളില്ലല്ലോ, ആയിഷ ബീവിക്ക് മക്കളില്ലല്ലോ. പക്ഷേ മുലയിൽ പാലുള്ളത് കൊണ്ട് പലർക്കും മുല കൊടുത്തിരുന്നു. അങ്ങനെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സന്താനങ്ങൾ ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു. എന്നല്ലാതെ പ്രസവിച്ചിട്ടില്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒരു ബലഹീനമായ റിപ്പോർട്ട് പ്രകാരം, ദഈഫായ ഒരു അഭിപ്രായ പ്രകാരം ആയിഷ ബീവി ഗർഭിണിയായിരുന്നു. അത് അബോർഷനായി പോയതാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതും അംഗീകരിച്ചിട്ടില്ല. ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളെ ജന്മം നൽകാനുള്ള മഹാഭാഗ്യം ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാക്ക് മാത്രമാ, മാരിയത്തുൽ ഖിബ്തിയാക്കും മാത്രമാണ്. മറ്റാർക്കും ആ മഹാഭാഗ്യം ലഭിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത്, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുമ്പോ തവിട് കളഞ്ഞ പത്തിരി ഉണ്ടാക്കി കൊടുത്തു. ഒരു ദിവസം ഉർവത്ത് സുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ധാരാളം സൗകര്യങ്ങളുള്ള ആളാണ്. തവിട് കളഞ്ഞ പത്തിരി ഉണ്ടാക്കി കൊടുത്തപ്പോ, നല്ല മയുള്ള പത്തിരി ഉണ്ടാക്കി കൊടുത്തപ്പോ പത്തിരി പിടിച്ചിട്ട് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എന്റെ ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ആ പത്തിരി പിടിച്ചിട്ട് പറഞ്ഞു, ഈ പത്തിരി, ഇതുപോലെയുള്ള തവിട് കളഞ്ഞ പത്തിരി, മയമുള്ള സോഫ്റ്റായ പത്തിരി ഒന്നുപോലും ഒരു ദിവസം പോലും മുത്തുനബി കഴിച്ചിട്ടില്ല. അതിന് സൗകര്യം ഉണ്ടായിട്ടില്ല. കരഞ്ഞുപോയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഓർക്കേണ്ടത്, ഇങ്ങനെ സർവ്വ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാ. വാഹനങ്ങളില്ലാത്ത വീടുകളില്ല. ഒറ്റ വീട്ടിൽ തന്നെ 1-ലധികം വാഹനങ്ങളാണ്. 1-ലധികം ടോയ്ലറ്റുകളില്ലാത്ത, ബാത്റൂമുകളില്ലാത്ത വീടുകളില്ല. പഴയകാലത്തൊരു ബാത്റൂമിൽ പോകണമെങ്കിൽ എത്ര അകലത്തിലേക്ക് പോകണം? എല്ലാവർക്കും കൂടി ഒരൊറ്റ ബാത്റൂമാണ്. എത്ര ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക? മക്കളും പേരക്കുട്ടികളും ജ്യേഷ്ഠനും അനുജനും എല്ലാവരും കൂടിയായിട്ട് എത്ര അംഗങ്ങൾ ഉണ്ടാകും ഒരു വീട്ടിൽ? അവർക്കെല്ലാവർക്കും കൂടി മലമൂത്ര വിസർജനത്തിന് വേണ്ടി വീട്ടിന്റെ പറമ്പിന്റെ ഒരു മൂലക്കല് ഓലയാൽ നിർമ്മിച്ച ഒരു തെങ്ങിന്റെ തടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടിയോ ഇട്ടതായ ഒരു ബാത്റൂം ഉണ്ടാകും. കിണറ്റിൽ നിന്ന് പാള കൊണ്ട് വെള്ളം കോരിട്ട് അങ്ങ് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, റൂമിനേക്കാൾ കൂടുതൽ ഇന്ന് ബാത്റൂമുകളായില്ലേ? ഈ സൗകര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തരുമ്പോ പേടി വേണ്ടേ എനിക്കും നിങ്ങൾക്കും? എത്ര സോഫ്റ്റായ കാർപ്പറ്റാണിത്! ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കാർപ്പറ്റ്, അതുപോലെയുള്ള കാർപ്പറ്റല്ലേ? പുല്ലുപായകളല്ലേ നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്നത്? ഈ പുല്ലുപായകൾക്ക് വേണ്ടി നമ്മൾ കോഴിക്കോട്ടും മറ്റു സ്ഥലങ്ങളിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടായിരുന്നില്ലേ കൊണ്ടുവന്നിരുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സൗകര്യങ്ങളായി! സുബ്ഹാന ജല്ല ജലാലുഹു, സുബ്ഹാനല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ ദുനിയാവിലങ്ങ് ഒരുക്കി തന്നിട്ട് ആഖിറത്തിൽ നമ്മൾ ഒന്നുമില്ലാത്തവരായി പോകുമോ? ഈ ഒരു പേടി എനിക്കും നിങ്ങൾക്കും വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ, അവിടുത്തെ മജ്ലിസിൽ ഇരുന്നവർ, അവിടുന്ന് ഇജാസത്ത് വാങ്ങിച്ചവർ, അവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകിയവർ, എത്ര ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു. അവർക്കൊക്കെ ആ മഹാഭാഗ്യം ലഭിച്ചു. ഒരു സെക്കൻഡ് സമയം പോലും ഒരു പാഴാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിന്റെ ഒരു മൂലക്കൊരു ബാത്റൂം ഉണ്ടാകും, വീട്ടിന്റെ അപ്പുറത്ത് കിണറുണ്ടാകും. ആ കിണറിൽ നിന്ന്
പാള കൊണ്ട് ഏത്തമിട്ട് വെള്ളം മുക്കിയിട്ട് ഒരു സുബഹി പോലും ഖളാ ആകാതെയല്ലേ നമ്മുടെ ഉമ്മമാര് കുളിച്ചിരുന്നത്. രാത്രിയിൽ ജനാബത്തുണ്ടായാൽ അവർക്ക് സുബഹി ഖളാ ആകുന്നില്ല. ഈ രൂപത്തിൽ അവർ കുളിച്ചുകൊണ്ട് സുബഹി നിസ്കരിച്ചിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. വീട്ടിന്റെ ഒരു മൂലക്കല് പാളയിൽ കരിയാക്കി വെച്ചിരുന്ന ഉമിക്കരി എടുത്ത് പല്ല് തേച്ചിട്ടല്ലേ അവർ വൃത്തിയാക്കിയിരുന്നത്. സുബ്ഹാന ജല്ല ജലാലു. റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ, റൂമിൽ നിന്ന് മറ്റാരും അറിയാതെ ജനാബത്ത് കുളിക്കാൻ സംവിധാനമുണ്ടായിട്ട് നമ്മുടെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും എത്ര പേര് സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനും നിങ്ങളും ഓർക്കണേ, മഹാനായ മുഹ്യിദ്ദീൻ അൽ അറബി റളിയല്ലാഹു അൻഹു, മുഹ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന അവസരത്തിൽ അനങ്ങൂല. നിസ്കരിക്കാൻ നോക്കുമ്പോ അങ്ങനെയാ നിൽക്കേണ്ടത്. മഹാനായ റഈസുൽ ഉലമാ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു, ഇപ്പൊ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹു അവിടുത്തെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ കണ്ടുകൊള്ളുമെന്നറിയില്ല, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്പം മുന്നോട്ടാഞ്ഞു നിൽക്കുന്നു, അല്പം മുന്നോട്ടാഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയാ നിൽക്കേണ്ടത്. അതാണ് അതിന്റെ സുന്നത്തായ രൂപം. എങ്ങനെയാണ്? അനങ്ങൂല. നിസ്കരിക്കാൻ അങ്ങ് നിന്നാ പിന്നെ തലയെകെട്ട് ശരിയാക്കൂല, കുപ്പായം ശരിയാക്കൂല, ഈ പരിപാടികളൊന്നുമേ ഇല്ല. അതുപോലെ തന്നെയാണ് താജുൽ ഉലമ തങ്ങളും അങ്ങനെ തന്നെയാ. എങ്ങനത്തെ ആളെ പിന്നിൽ നിസ്കരിക്കൂ, അല്ലാത്ത ആളെ പിന്നിൽ നിസ്കരിക്കൂല, ആരെങ്കിലും ഇമാമത്ത് നിർത്തൂല. ഈ രൂപത്തിൽ അനങ്ങാതെ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിലല്ലാതെ അനങ്ങാതെ നിൽക്കുന്ന സ്വഭാവമാ. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന എത്രയോ ആലിമീങ്ങളെ നമുക്ക് കാണാം. ആ രൂപത്തിലാണ് നിൽക്കേണ്ടത് എന്നാണ് ഫുഖഹാക്കളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ രൂപത്തിലാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അനങ്ങാതെ. എന്തിനാ ഇപ്പൊ ഞാൻ ഇടക്ക് വെച്ചത് പറഞ്ഞത്? ഞാനിപ്പോ നിക്കാരത്തിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് എന്തേ പോയത്? ജമാഅത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അതല്ല, എന്തോ വേറൊരു വിഷയം പറയാനാണ് പെട്ടെന്ന് പോയത്. സുബ്ഹാനല്ലാഹ്, എന്താ പെട്ടെന്നൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശർറുകളെ തൊട്ടും നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ശർറുകൾ പല കോലത്തിലും വരും. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും സംസാരത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞങ്ങളോട് ചോദിക്കും. ആ ചോദിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാനൊന്നുമല്ല, നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും കൂടെ മാറുന്നതുകൊണ്ടാണ്. അപ്പോ നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ ഇപ്പൊ കിട്ടി, മുഹ്യിദ്ദീൻ അൽ അറബി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറഞ്ഞതാണ്. മുഹ്യിദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ്. മുഹ്യിദ്ദീൻ അൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നാൽ അനങ്ങൂല. അതിനാണ് റഈസുൽ ഉലമ പറഞ്ഞത്, എത്രയോ വലിയ വലിയ പണ്ഡിതന്മാര് നമുക്കുണ്ട്. താജുൽ ഉലമ സുബ്ഹാന ജല്ല ജലാലു, അവിടത്തെ സംബന്ധിച്ചൊക്കെ കേവലം ഈ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തുടങ്ങാൻ തന്നെ കഴിയില്ല. 60-ലധികം കൊല്ലം ഒരൊറ്റ സ്ഥലത്ത് തന്നെ ദർസ് നടത്തിയ മഹാൻ. ഉള്ളാളത്ത് മാത്രമേ ദർസ് നടത്തിയിട്ടുള്ളൂ. പലരും മനസ്സിലാക്കിയിരുന്നത് ഉള്ളാളത്തെ തങ്ങളാണെന്നാണ്. ഉള്ളാളത്തെ തങ്ങളല്ല, കരുവന്തിരുത്തി തങ്ങളാണ്. ഇവരൊക്കെ അവരുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. കരുവന്തിരുത്തി തങ്ങളാണ്, KC. അവരൊക്കെ കൊന്നാര കുഞ്ഞുള്ളപ്പാപ്പാന്റെ പേരക്കുട്ടികളാണ് അവരൊക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഉള്ളാളത്ത് തന്നെ ദർസ് നടത്തി വേറെ എവിടെയും ദർസിന് പോകാതെ വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിക്കുന്നു. വിത്ർ 11 റക്അത്ത് തന്നെ നിസ്കരിക്കും. റമദാനിക്കും റമദാൻ അല്ലാത്ത സമയത്തും വിത്ർ 11 റക്അത്ത് തന്നെ നിസ്കരിക്കും. ഒരു ദിവസം 15 ജുസൊക്കെ ഓതിയിരുന്നു. അവസാന സമയത്ത് ഒരു ദിവസം 15 ജുസോളം ഓതും. അങ്ങനെ ഖുർആൻ ഓതിയിരുന്ന മഹാൻ. ദുഹ 8 റക്അത്ത്, ചിലപ്പോ 12 റക്അത്ത്, 2 അഭിപ്രായമുണ്ട് ദുഹയില്. അത് പൂർത്തിയായി നിസ്കരിക്കുന്നു. ഇനി മൗലൂദ് ഓതാണെങ്കിലോ ശറഫുൽ അനാം മൗലൂദ് പൂർത്തിയായി ഓതും. ആദ്യം സലാം ബൈത്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങും. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ
അസ്സലാമു അലൈക അത്ഖല്ലാതുഖിയായി. അതിങ്ങനെ തുടങ്ങിയിട്ട് അത് അവസാനിച്ചിട്ട് ഷറഫുൽ അനാം 2 സീസൺ ഉണ്ട്. അതിൽ നിന്ന് വലിയ ഷറഫുൽ അനാം മൗലിദ് പൂർണ്ണമായിട്ടും താജുൽ ഉലമക്ക് മനപ്പാടമാണ്. അത് ഫുള്ളായിട്ട് ഓതും, അഷ്റഖി ഓതും. അതിനിഷ്ടമുള്ള ആൾക്കാർ മൗലിദിൽ കൂടിയാൽ മതി, അല്ലാത്തൊരു കൂടണ്ട. അങ്ങനെ എല്ലാം പരിപൂർണമായി ചെയ്യുന്നൊരു മഹാൻ. അങ്ങനത്തെ ഒരു മഹാനെ കണ്ടിട്ടില്ല. അവിടുത്തെ നാട്ടില് 10 കൊല്ലം ഞാൻ മുദരിസായിരുന്നു. കരുവന്തിരുത്തി മടത്തിൽ പാടത്ത് 10 കൊല്ലം 990 മുതൽ 2000 വരെ ഞാൻ അവിടെ മുദരിസായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തറിയാൻ, മഹാനവറുകൾ അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 7 കൊല്ലം അവിടുത്തെ ഹിക്മ ദർസിൽ പോയി ഞാൻ ഇരുന്നിരുന്നു. അവിടുത്തെ പള്ളിയിൽ വെച്ച്, മസ്ജിദുൽ ബുഖാരിയിൽ വെച്ച് നടത്തിയിരുന്ന ഹിക്മ 7 കൊല്ലമാണ് അതിൽ പോയി കുത്തിയിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പെറുക്കിക്കൊണ്ടാവാൻ വേണമല്ലോ. അതിനാണ് ഇടയ്ക്ക് മസലകൾ പറയുന്നത്. നിസ്കരിക്കാൻ നിന്നാ പിന്നെ അനങ്ങരുത്. നിസ്കാരത്തിന്റെ അനക്കമല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന അവസരത്തിൽ ഇങ്ങനെയാണ് കൈ ഉയർത്തിയിരുന്നത്. 2 വിരലുകൾ, തള്ളവിരലുകൾ ചെവിന്റെ കുഞ്ഞിലേക്ക് നേരിടുന്ന രൂപത്തിൽ, ഈ രൂപത്തിലാണ് കൈ ഉയർത്തിയിരുന്നത്. നിസ്കാരത്തിൽ 4 സ്ഥലത്താണ് കൈ ഉയർത്തേണ്ടത്. ഈ 4 സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കൈ ഉയർത്തേണ്ടത്. ഇങ്ങനെ ഉയർത്തിയാലും പറ്റൂല, ഇങ്ങനെ ഉയർത്തിയാലും പറ്റൂല, ഇങ്ങനെയാ കൈ ഉയർത്തേണ്ടത്. ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചതാ. അങ്ങനെ തന്നെ ചെയ്യാവൂ. എന്നിട്ട് കൈ പിടിക്കേണ്ട രൂപം ചെറുവിരൽ താഴ്ത്തി, തള്ളവിരലും താഴ്ത്തിയിട്ട് ഈ 3 വിരൽ കൈയിന്റെ ആ മുഴങ്കൈയിന്റെ നീളത്തിൽ വെച്ച് ഈ രൂപത്തിൽ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെയും രൂപമുണ്ടെങ്കിലും മഹാന്മാര് തിരഞ്ഞെടുത്ത രൂപം ഇതാണ്. ഇങ്ങനെ കൈ പിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അല്പം ചെരിച്ച് നെഞ്ചിന്റെ താഴെയായി അല്പം ചെരിച്ചു വെക്കാനാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നീട് അനങ്ങിക്കൂടാ. നിസ്കാരത്തിന്റെ അനക്കമല്ലാത്ത മറ്റേ അനക്കമുണ്ടായിക്കൂടാ. എന്റെ ചെറുപ്പക്കാരെ, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു ചെയ്തു തന്നു. ഇതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? അല്ലാഹുവിന് വേണ്ടി മാറ്റിക്കൂടെ? മഹാനായ മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ അനങ്ങൂല. ഒരൊറ്റ നിർത്തമാ. ഒരു ദിവസം മുഹീദ്ദീൻ ഇബ്നുൽ അറബി റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോ കാലുകൊണ്ടിങ്ങനെ തട്ടുകയാ. നിസ്കരിക്കാൻ നിൽക്കുന്ന മുഹീദ്ദീൻ അറബി കാലുകൊണ്ടിങ്ങനെ തട്ടുന്നു. അത്ഭുതകരമായ കാഴ്ചയാണ് അവിടുത്തെ ശിഷ്യന്മാരെ കാണുന്നത്. അനങ്ങാത്ത മനുഷ്യനെ നിസ്കരിക്കാൻ നിന്നാ അനങ്ങൂല. ആ മനുഷ്യൻ കാലുകൊണ്ടിങ്ങനെ തട്ടുകയാ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു രചിച്ചതായ വിദായത്തുൽ ഹിദായ, ആ വിദായത്തുൽ ഹിദായന്റെ ഹാശിയിൽ മഹാനായ മുഹമ്മദ് നബവി അൽ ജാവാ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കാലുകൊണ്ട് തട്ടുന്നത് ശിഷ്യന്മാരെ കണ്ട് നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, ഉസ്താദേ, എന്തേ ഇന്ന് കാലുകൊണ്ടൊരു കളി? നിസ്കരിക്കുമ്പോഴെന്താ ഒരു പന്ത് കളി? എന്താ നിസ്കരിക്കുമ്പോ എന്താ ഇങ്ങനെയുള്ളൊരു കളി? എന്താ നിസ്കരിക്കുമ്പോ എന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹീദ്ദീൻ അറബിയുടെ മറുപടി, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയുന്നു, ഈ പരിപാടിക്ക് വന്ന മുഴുവൻ ആളുകളും ഇത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. എന്താ മറുപടി എന്നറിയോ? ലോകത്തിലെ വലിയ പണ്ഡിതൻ, അഹ്ലുസുന്നയുടെ നേതാവ് മഹാനായ ഫഖ്റുദ്ദീൻ റാസി ഇമാമിന്റെ കിതാബില്ലാത്ത പള്ളികളില്ല. തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന വലിയ കിതാബ് എഴുതിയ മഹാനാണ്. എമ്പാടും വിവരമുള്ള ആളാ. സുന്നത്ത് ജമാഅത്തിന്റെ അന്നത്തെ ഗണന പ്രാസംഗികനാ. അഹ്ലുസുന്നയുടെ ആശയം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ആളാ. വലിയ പണ്ഡിതനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. വഫാത്തിന്റെ ഘട്ടത്തിൽ ഫഖ്റുദ്ദീൻ റാസിയുടെ ഈമാന് തെറ്റിക്കാൻ ഒരുപാട് ശൈത്താന്മാര് വളഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ആ ശൈത്താന്മാരൊക്കെ ഞാൻ കാലുകൊണ്ട് തട്ടി മാറ്റിയതാ.
ഫഖ്റുദ്ദീൻ റാസി വഫാത്താകുമ്പോഴാണ് പിശാചുക്കൾ വന്നത്. ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി, ഫഖ്റുദ്ദീൻ റാസിയുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇബ്ലീസുകൾ വന്നപ്പോ മുഹ്യിദ്ദീൻ ബിൽ അറബി കാലുകൊണ്ട് തട്ടിമാറ്റുന്നു. എന്നെ പിടിച്ചോവർ ഒന്നും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഔസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പറഞ്ഞു, മുരീദി തമസ്സക് ബി ഫകും ബി വാതിഖ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞാൻ കാക്കും. ഒരു മുറബ്ബിയായ ശൈഖിന്റെ കീഴിലാണെങ്കിൽ ആ മുറബ്ബിയായ ശൈഖ് വന്ന് കാക്കും, സംരക്ഷിക്കും. മഹാനായ മുഹ്യിദ്ദീൻ അറബിയോട് വലിയ ബന്ധമുള്ള ആളാണ് ഫഖ്റുദ്ദീൻ റാസി. ആ ബന്ധം കാരണം മരണസമയത്ത് ഫഖ്റുദ്ദീൻ റാസിയുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി വന്ന പിശാചുക്കളിൽ നിന്ന് ഫഖ്റുദ്ദീൻ റാസിയെ മുഹ്യിദ്ദീൻ ബിൽ അറബി രക്ഷപ്പെടുത്തുന്നു. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ ഫഖ്റുദ്ദീൻ റാസി മരിക്കുന്ന അവസരത്തിൽ പിശാചുക്കൾ വന്നെങ്കിൽ സാധുക്കളായ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട നമ്മളെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇബ്നു ഖുദാമ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പണ്ഡിതനുണ്ട്. ആ ഇബ്നു ഖുദാമ ഒരു കിതാബ് തവ്വാബീൻ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഹിജ്റ 600 വഫാത്തായ വ്യക്തി, 600 ശേഷം വഫാത്തായ വ്യക്തിയാണ്. ആ ഇബ്നു ഖുദാമ എഴുതിയ കിതാബ് തവ്വാബീനിൽ അദ്ദേഹം ഒരു ഖബർമാന്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഖബർമാന്തി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് വസ്ത്രത്തിന് ക്ഷാമമുള്ള കാലത്ത് ഒരാളെ മറവ് ചെയ്താൽ കള്ളന്മാരായ ആൾക്കാർ പാതിരാ സമയത്ത് ചെന്ന് ഖബർ മാന്തിയിട്ട് ആ കഫംപൊടി എടുത്തുകൊണ്ടുപോകും, എന്നിട്ടത് കഴുകിയിട്ട് വിൽക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നബ്ബാസ് എന്ന് പറയുന്ന ഇവരെ പറ്റിയ അങ്ങനെ ഒരു ഖബർ മാന്തി ഉണ്ടായിരുന്നു. അയാൾ ധാരാളം ഖബറുകൾ മാന്തി. ഹിജ്റ 600 കാലഘട്ടത്തിലാണിത്. മുഹ്യിദ്ദീൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മുമ്പ് ആ കാലഘട്ടത്തിൽ മരിച്ചുപോയ അയാള് മാന്തിയ ഖബറിൽ ബഹുഭൂരിപക്ഷം ആളുകളെ പറ്റി അയാൾ പറയുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളെയും പടിഞ്ഞാട്ട് തിരിച്ചു കെടുത്തിയ ആൾക്കാരെ ഞാൻ മാന്തി നോക്കുമ്പോ കിഴക്കോട്ട് തിരിച്ചു കെടുത്തിരിക്കുന്നു. ഇയാൾ എഴുതി വെക്കുക. അയാൾ ഹംബലി മദ്ഹബുകാരനാണ്. അയാൾ എഴുതി വെക്കുന്നു, പടിഞ്ഞാട്ട് മറവ് ചെയ്ത ആളുകളെ ഞാൻ മാന്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തിരിഞ്ഞിരിക്കുന്നു. ഈമാന് പോയി എന്നർത്ഥം, ഈമാന് നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. അതുകൊണ്ട് വല്ലാതെ പേടിക്കണേ ഞാനും നിങ്ങളും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾ, പ്രത്യേകിച്ച് കണ്ണുകളും കാതുകളും നാവും അടക്കമുള്ള അവയവങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ കാരണമാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സദസ്സുകളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത് മഹാന്മാരായ ആളുകൾ അവരെങ്ങനെയാണ് ഉന്നതന്മാരായി തീർന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്തിയില്ല. ഉറങ്ങുന്നത് വരെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബൈത്തുകൾ, നാം സറാ തൈഫുമൻ അഹ്വാഫ അർറഖനി പോലെയുള്ള ബൈത്തുകൾ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ബസ്സിൽ കയറിയാൽ ഇറങ്ങുന്നത് വരെ സ്വലാത്ത് ചൊല്ലുന്നു. ഒരവസരത്തിൽ മഹാനായ താജുൽ ഉലമയോടുകൂടെ യാത്ര ചെയ്യുകയാണ്. താജുൽ ഉലമ മുന്നിലെ സീറ്റിൽ ഇരിക്കുന്നു, ഞാൻ പിന്നിലെ സീറ്റിൽ ഇന്നോവയിൽ ഇരിക്കുകയാ. വളരെ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അതേ സ്പീഡിൽ എതിർഭാഗത്തു നിന്നൊരു വണ്ടി വന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വലിയൊരു അപകടം നടക്കേണ്ടതാണ്. ആ സമയത്ത് ഡ്രൈവർ പെട്ടെന്ന് തെറ്റിച്ചപ്പോൾ പെട്ടെന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കോ റൈറ്റ് ഭാഗത്തേക്കോ വണ്ടി എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടതാ. ആ സമയത്ത് രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഡ്രൈവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എടോ നീ വണ്ടി ഓടിക്കുമ്പോഴും നീ വണ്ടി വലത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് തെറ്റിക്കുമ്പോഴൊക്കെ ഞാൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാ, ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്നാ പറയും. ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ തസ്ബീഹ് മാല കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ കാവൽ അല്ലാഹു കൊടുത്തിരിക്കുന്നു. ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്താതെ ഇവിടുന്ന് കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ കോഴിക്കോട്ട് എത്തുന്നത് വരെ ദിക്ർ ചൊല്ലുന്നു. ഏത് സമയത്തും അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ ഈ കഴിവുകൾ മുഴുവനും റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതാണ്.
ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ പവർ അതാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വാദം എന്ത് കിട്ടി? ഒന്ന്, നിങ്ങൾക്ക് ലഭിച്ചത് മഹാനായ ഫഖ്റുദ്ദീൻ റാസിയെ പറ്റി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരടക്കമുള്ള മുഴുവൻ മഹാന്മാരും അത്യുന്നതമായ സ്ഥാനം അവർ അലങ്കരിക്കാനുള്ള കാരണം സമയം മുഴുവനും അവർ ഉപയോഗപ്പെടുത്തി, നല്ലതിലായി ഒരു ചെലവഴിച്ചു. മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു കാമ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കത്തോവർ. ഒരു കാലം വന്നിട്ട് ഒരു ഖത്തം ഓതി തീർത്തു. സുബ്ഹാനല്ലാഹ്. കിതാബുകളിൽ കാണാം, ഖലായിദ് പോലത്തെ ഇമാം താദഖി ഉദ്ധരിച്ച സംഭവങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ശത്നൂഫി ഉദ്ധരിച്ചതായി കാണാം. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒരു ഖത്തം ഓതി തീർക്കുന്നു. അത് നിസ്കാരത്തിലാണ് ഓതല്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ മനഃപ്പാഠമാണ്, നിസ്കാരത്തിലാണ് അത് ഓതാറുള്ളത്. എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോ സുന്നത്ത് നിസ്കാരത്തിൽ രാത്രി സമയങ്ങളിൽ ഒരു കാലം നിൽക്കേണ്ട അവസ്ഥ വരുന്നത് എന്താണെന്നറിയോ? ഓസുല്ലാന്നും തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ മനുഷ്യനല്ലേ ഉറക്കം വരും. അങ്ങനെ ഉറക്കം വരുമ്പോ ഞാൻ വീഴാൻ പോകും. ആ സമയത്ത് വീഴുന്ന അവസരത്തിൽ ഞാൻ ഒരു കാലം നിൽക്കും. നിസ്കരിക്കുന്ന അവസരത്തിൽ ഉറക്കം വരുമ്പോ ഞാൻ ഒരു കാലം നിൽക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, ഒരു സെക്കൻഡ് നിൽക്കാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്ക് ഒരു കാലം നിന്നാ ബാലൻസ് തെറ്റി വീണു പോകും. കൂടുതൽ സമയം ഒരു കാലം നിൽക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാലം നിൽക്കും. അങ്ങനെ നിന്നാൽ എന്റെ ഉറക്കം പോകും. ആ സമയത്ത് വീഴാതിരിക്കാൻ ചുമരുമ്പോ ഞാൻ ആണി തറച്ചിരുന്നു. ആണി തറച്ചിട്ട് ആ ആണി പിടിച്ച് ഞാൻ നിൽക്കും. സുബ്ഹാനല്ലാഹ്. നിൽക്കാൻ കഴിയാത്ത ആൾക്കാരെ പറ്റി ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. നിൽക്കാൻ കഴിയാത്ത ആൾക്കാർ, നിൽക്കാൻ നിസ്കാരത്തിന്റെ ഫർദിൽപ്പെട്ട ഒന്നാണ് ഖിയാം. ഖിയാം എന്നുള്ളത് സുജൂദിനേക്കാളും അത്യുന്നതമായ ഫർദാണത്. നിങ്ങൾ അറിയുമോ? തീരെ കഴിയാത്ത ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂ, അല്ലാത്ത ആൾക്കാർ ഇരുന്നുകൂടാ. നിസ്കാരത്തിന്റെ 14 ഫർദുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫർദ് നൃത്തമാ. ഖിയാം എന്നുള്ള ഫർദാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഫർദ്. അതാണ്. അത് നിൽക്കാൻ കഴിയില്ലാത്ത അവസരത്തിൽ ഇരിക്കാൻ പറ്റൂ. നിൽക്കാൻ കഴിവില്ലെന്ന് എപ്പോഴാണ് പറയുക? ഒരാൾ നിന്നാൽ വീഴാൻ പോകുമെങ്കിൽ രണ്ടാള് പിടിച്ചുകൊണ്ട് അവനെ നിർത്തണം. ഈ രണ്ടാള് പിടിക്കുമ്പോ ഈ രണ്ടാൾക്ക് കൂലി കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ അവന്റെ കയ്യിൽ സ്വത്തുണ്ടെങ്കിൽ അവന്റെ സ്വത്ത് വിറ്റിട്ട് രണ്ടാളെ കൂലിക്ക് നിർത്തണേ. രണ്ടാളെ ശമ്പളത്തിന് നിർത്തിയിട്ട് അവനങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശമ്പളത്തിന് നിർത്തിയിട്ടാണ് ഈ രൂപത്തിലാണ് നിൽക്കേണ്ടതെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. നിന്നാൽ വീഴുന്ന് കണ്ടാല് അപ്പത്തിന് ഇരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ചുമര് ചാരി നിൽക്കണം, ചുമര് ചാരി നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലേ? ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിക്കണം. അങ്ങനെ കയറ് കെട്ടിയിട്ട് കയറി പിടിച്ചു നിൽക്കണം. ഖിയാമിന് അത്രയും സ്ഥാനമുണ്ട്. ഇല്ലേ, വടി പിടിച്ചിട്ടാണോ നിൽക്കാൻ പറ്റുന്നെങ്കിൽ വടി പിടിച്ച് നിൽക്കണം. കൊറോണ വരുന്നതിന് മുമ്പ് ഉംറക്ക് പോയപ്പോ റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരത്തിനെ കൊണ്ട് ക്യാബം കണ്ടുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുന്നത് വലിയ രസമാണ്, വലിയ ആനന്ദമാ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തറാവീഹിന് വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് മുകളിലേക്ക് ചെന്നപ്പോ എന്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 90 വയസ്സോളം പ്രായമുണ്ടെന്ന് ഞാൻ മതിക്കുന്ന ഒരു മനുഷ്യൻ, തുർക്കി വംശജനാണ്, നല്ല ശരീരമുള്ള ആളാണ്, പക്ഷേ 90 വയസ്സായിട്ടുണ്ടാകും. അയാള് ഹറമില് മക്കത്തെ പള്ളിയില് ഓരോ റക്അത്തിലും, മക്കത്തെ പള്ളിയിൽ തറാവീഹിൽ 20 റക്അത്തിൽ ഒരു ജുസ് ഓതും, അല്ലെങ്കിൽ ഒരു ജുസും ഒരു പേജും ഓതും. അപ്പോൾ ഒരു റക്അത്തിൽ ഒരു പേജ് ഓതും. ഇങ്ങനെയാണ് മക്കയിൽ നമ്മുടെ പല രാജ്യങ്ങളും നിസ്കരിക്കുന്നത്. എങ്ങനെയാ? അപ്പൊ ഏകദേശം ഒരു റക്അത്തിലേക്ക് 5-ലധികം മിനിറ്റ് പിടിക്കും. ഈ 5-ലധികം മിനിറ്റ് ഇയാൾ നിന്ന് നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്റെ അടുത്ത് നിസ്കരിക്കുന്ന ഞാൻ ആളെ കാണുകയാണ്. നല്ലൊരു മുണ്ടം വടി പിടിച്ചിട്ട് അയാളിങ്ങനെ ഖിയാമിന്റെ അവസരത്തിൽ ഫാത്തിഹയും സൂറത്തും പോകുന്ന അവസരത്തിൽ ആ വടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും.
റുക്കുവിലേക്കും വടി പിടിച്ചിട്ട് റുക്കുവിലേക്ക് പോകും. സുജൂദിന്റെ ഘട്ടത്തിൽ ആ വടി അവിടെ വെച്ചിട്ട് സുജൂദ് ചെയ്യും. പിന്നീട് സുജൂദിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ വടി എടുക്കുന്ന രംഗം ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണാണ്. സുജൂദിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ വടി എടുത്തിട്ട് വളരെ പണിപ്പെട്ട് കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ വടിയും പിടിച്ചു നിൽക്കും. ഇതാണ് മസാല. അങ്ങനെ നിൽക്കാൻ കഴിയുള്ള ആൾക്കാർ അങ്ങനെ നിൽക്കണം എന്നാണ് മസാല. അങ്ങനെയൊന്നും കഴിയാത്തൊരു ഘട്ടത്തില് ഇരുത്തത്തിനെ പറ്റി ചിന്തിക്കാൻ തന്നെ പറ്റും. അല്ലാത്ത ഘട്ടത്തിൽ ഇരുത്തത്തെ പറ്റി ചിന്തിക്കാൻ പറ്റൂല. ഈ രൂപത്തിൽ നിന്ന് നിസ്കരിക്കണം. വടി പിടിച്ചിട്ടോ, ഫുഖഹാക്കൾ പറഞ്ഞു കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ചിട്ടോ, അല്ലെങ്കിൽ രണ്ടാളെ പിടിച്ചിട്ട്. ഷെയ്ഖ് സാഹിദ് മരണപ്പെട്ടു പോയ അബുദാബിയിലെ ഷെയ്ഖ് സാഹിദ്, അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് അദ്ദേഹം ശമ്പളം കൊടുത്തിട്ട് അയാളെ നിർത്താൻ നിൽക്കുന്ന അവസരത്തിൽ പിടിക്കാൻ ആളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ്. നിൽക്കുന്ന അവസരത്തിൽ അയാളെ പിടിക്കാൻ വേണ്ടി അയാൾ വീട് പോകും. ആ വീട് പോവാതിരിക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി റുക്കുവിലേക്കൊക്കെ പോകുമ്പോൾ പിടിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ പൈസയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് കൊണ്ട് അവൻ ഈ ആളെ നിയമിച്ച് നിൽക്കണമെന്നാണ് മസാലയുള്ളത്. അങ്ങനെയൊന്നും കഴിയാത്ത ഘട്ടത്തിലേ ഇരിക്കാൻ പറ്റൂ. ഞാൻ ആ മസാല വിശദമായി പറയുകയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ആരോഗ്യവും മറ്റുമൊക്കെ ജല്ല ജലാലുവായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് സാധിച്ചു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരമാ നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നിന്ന് നിസ്കരിച്ചതിന്റെ പകുതി പ്രതിഫലമേ കിട്ടൂ. നിൽക്കാൻ കഴിവുള്ള വ്യക്തി ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിച്ചതിന്റെ പകുതി പ്രതിഫലമേ കിട്ടൂ എന്ന് മാത്രം. സുന്നത്ത് നിസ്കാരത്തിൽ ഫർദ് നിൽക്കാൻ കഴിവുള്ളവൻ നിന്നേ പറ്റൂ, അവിടെ ഇരിക്കാൻ പറ്റില്ലെന്നാണ് മസ്അലയുള്ളത്. അങ്ങനെ നിൽക്കാൻ കഴിവുള്ള രൂപത്തിൽ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ നിൽക്കാതിരുന്നാൽ നിസ്കാരം സഹീഹാവൂല, നിസ്കാരം സ്വീകരിക്കൂല. ഇങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز മഹാനവറുകള് രാത്രി സമയത്ത് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നു. അപ്പൊ ഉറക്കം വരുമ്പോഴാണ് ഒരു കാലം വന്നത്. തമാശ പറയല്ല ഇത്. മഹാനായ ശത്രുഫി തന്റെ ബഹ്ജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം താദഖി തന്റെ ഖലായിദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കാമ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കത്തോവർ. ഒരു കാലം വന്നിട്ടൊരു ഖത്തം തീർക്കാനുള്ള മഹാഭാഗ്യമുണ്ടായത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഒരു ദിവസം ഒരു ഖത്തം തീർക്കുന്നു. താജുൽ ഉലമ ഒരു ദിവസം 15 ജുസോളം ഓതുന്നു, ചിലപ്പോൾ അതിൽ കൂടുതൽ ഓതുന്നു. ഒരു ജുസ് ഓതാൻ ഭാഗ്യമുണ്ടായോ? നമുക്ക് ഒരു ജുസ് ഓതാൻ ഭാഗ്യമുണ്ടായോ? നമ്മാർക്കൊക്കെ പരാതിയാ, കുട്ടികളെ ക്ലാസ് നോക്കാനേ നേരമുള്ളൂ. കുട്ടികളെ ക്ലാസ് നോക്കാനേ നേരമുള്ളൂ. മൊബൈലിലും മറ്റുമായി നെറ്റിലുമായി കുട്ടികളെ ക്ലാസ് നോക്കണം. ഒന്നിനും നേരം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. മനസ്സില്ലാത്തത് കൊണ്ടാണ് നേരം കിട്ടാത്തത്. അള്ളാഹുവിനക്ക് ഇബാദത്ത് ചെയ്യണമെന്നൊരു മനസ്സ് വേണ്ടേ? തഹജ്ജുദ് നിസ്കരിക്കണം എന്നൊരു പൂതി വേണ്ടേ? മഹദിയായ ഹഫ്സ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഹഫ്സ ബീബി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം തൊട്ടറിഞ്ഞ ഉമ്മ, ആ ഉമ്മ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യം ഒഴിവാക്കിയിരുന്നില്ല. ഏതാണ് ആ 3 കാര്യമെന്ന് വിശദീകരിക്കുന്നു. അതിൽ ഒന്ന്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റസൂലുള്ളാഹി ഒഴിവാക്കിയിരുന്നില്ല. റവാത്തിബ് സുന്നത്തുകൾ 22 റക്അത്തുണ്ട് മുഅ്മിനീങ്ങളെ. 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ഈ 22 റക്അത്ത് റവാത്തിബ് സുന്നത്തിൽ 10 റക്അത്ത് മുഅക്കദാണ്. മുഅക്കദ് എന്ന് പറയാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ അത് ഒരിക്കലും ഒഴിവാക്കാത്തത് കൊണ്ടാണ് മുഅക്കദായത്. ഈ 10 റക്അത്ത് സുന്നത്തടക്കം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ
തീരെ ഒഴിവാക്കാത്ത 2 റക്അത്തായിരുന്നു സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിരുന്നില്ല. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ് ശഫീഉനാ റസൂലുള്ളാഹി ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം റസൂലുള്ളാഹി ഒഴിവാക്കാറില്ല. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത് ഓതുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതുന്നു. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഓതുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു. ഇങ്ങനെ പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1 മാസം മുമ്പ് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് അങ്ങനെ പറയാറില്ല. എന്നോട് പറഞ്ഞു, ഞാൻ 6 റക്അത്ത് മഗ്രിബിന്റെ ശേഷം നിസ്കരിക്കും. ഞാനും ഉസ്താദ് ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തോ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു, ഞാനിപ്പോ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞല്ലേ, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലേ, എന്തോ പറഞ്ഞു പോയതാ. 6 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ, മഗ്രിബിന്റെ ശേഷമുള്ള 2, മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് 6 റക്അത്ത് ഞാൻ ഇന്നും നിസ്കരിച്ചു. ഞാൻ ഇശാന്റെ ശേഷമാണ് ഉസ്താദിനെ കണ്ടത്. ഇന്നും ഞാൻ 6 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിച്ചു. ആ സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കുമ്പോ ഞാൻ ആ സ്വലാത്തുൽ അവ്വാബിൽ ഇദാ വഖഅത്ത് സൂറത്ത് ഓതും, അതേപോലെ തന്നെ തബാറക സൂറത്ത് ഓതും, യാ അയ്യുഹൽ മുസ്സമ്മിൽ സൂറത്ത് ഓതും. ഇങ്ങനെ മുൻജിയാത്തിൽപ്പെട്ട സബഉൽ മുൻജിയാത്തിൽപ്പെട്ട സൂറത്തുകൾ ഓതിയിട്ട് ഞാൻ ഇന്നും നിസ്കരിച്ചു. സുബ്ഹാന ജല്ല ജലാലു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 84 വയസ്സോളമായിരിക്കുന്നു. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതൃത്വമാ, നിങ്ങൾ ഞാനും ആലോചിക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞോ, എനിക്ക് കഴിഞ്ഞോ? ഇങ്ങനെ അല്ലാഹുവിന്റെ ത്വാഅത്തിനായിട്ട് സമയം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഇന്നും ഞാൻ നിസ്കരിച്ചു. മഹാനായ റഈസുൽ ഉലമ എല്ലാ ദിവസവും 3:30 മണിക്ക് എഴുന്നേൽക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. ഈ പ്രായമുള്ള സമയത്തും എന്തേ കാരണം? ഇവിടെ നിന്ന് പോകുമ്പോ വഖൽഫി കരീമാതുൻ അലയ്യാ ബവാക്കിയാ വഫീഹിന്ന ഉമ്മിയൗ സദീഖി വഇത്റതി യുനാദൂന ഖൽഫൻ നഅശി മൻ ലാ യുജീബുഹും ഫഖദ് കുന്തു ഫിദ്ദുനിയാ സരിഅൽ ഇജാബതി. നമ്മുടെ ഖബർസ്ഥാനിലുള്ള പള്ളിയുടെ ചെരുവിലുള്ളതായ 6 കാലുള്ള മയ്യിത്ത് കട്ടില് ഒരു ദിവസം എന്റെ വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിൽ 1-ലധികം വാഹനങ്ങളുണ്ട്, നിങ്ങളെ വീട്ടിലും 1-ലധികം വാഹനങ്ങളുണ്ട്. നമുക്കുണ്ട് വാഹനം, മക്കൾക്ക് വേറെ വാഹനമുണ്ട്. എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു വാഹനമാണ് മയ്യിത്ത് കട്ടില്. അത് മുതലാളിക്കും അത് തന്നെയാണ്, തങ്ങൾക്കും അത് തന്നെയാണ്, ആലിമിനും അത് തന്നെയാണ്, കള്ളുകുടിയനും അത് തന്നെയാണ്, വ്യഭിചാരിക്കും അത് തന്നെ. എല്ലാവർക്കും കിടക്കാനുള്ള ഒരു വാഹനം പൊടി തട്ടിക്കൊണ്ട് അതാ പള്ളിന്റെ ചെരുവിൽ അതുണ്ടാകും. അതിൽ എത്ര പേര് കിടന്നിട്ടുണ്ട്, ഇനി എത്ര പേര് കിടക്കാൻ വേണ്ടി പോകുന്നു? സുബ്ഹാനല്ലാഹ്. കുല്ലു ബിൻ ഉൻത ഫഇൻ താലത് സലാമതുഹു യൗമൻ അലാലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഏത് ഉമ്മവറ്റ മകനാണെങ്കിലും മഹാനായ കഅബുൽ സുഹൈർ തങ്ങൾ പറഞ്ഞതുപോലെ ആ 6 കാലുള്ള മയ്യിത്ത് കട്ടില്ലവന്റെ വീട്ടിന്റെ ഉമ്മറത്തേക്ക് വരാതിരിക്കില്ല. അത് വന്നിട്ട്
അതിന്റെ ഉള്ളിലേക്ക് അതാ 3 തുണി മാത്രം, 3 കഷ്ണം തുണി മാത്രം ആ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് എന്റെ ശരീരം ആ മയ്യത്ത് കട്ടിലേക്ക് വെക്കും, നിങ്ങളെ ശരീരം ആ മയ്യത്ത് കട്ടിലേക്ക് വെക്കും. ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മ എന്ന് വിളിച്ച് കരയാൻ ആളുണ്ടാകും, ഉപ്പ എന്ന് വിളിച്ച് കരയാൻ ആളുണ്ടാകും. വഖൽഫി കരീമാതുൻ അലയ്യാ ബബാകിയാ വഫീഹിന്ന ഉമ്മി സദീഖി വഅ്തറതി. എല്ലാ ബന്ധപ്പെട്ട ആളുകളും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ദിവസം വരാനിരിക്കുന്നു. ഞാനുണ്ടാക്കി വീട്ടിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കുന്നു. നിങ്ങളുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമ്മളെ കൂടെ ഉണ്ടാകുന്നത് സ്വാലിഹായ അമലല്ലാതെ ഇല്ല. ഈ ഒരു ബോധമാണ് എനിക്ക് ഖബറിൽ കിടക്കണമെങ്കിൽ എന്റെ അമലും എന്റെ ഉണ്ടാവുള്ളൂ. എല്ലാവരും എന്നെ അവിടെ കിടത്തിയിട്ട് പോകും. ഇപ്പൊ നിങ്ങളെ ഉമ്മമാര് കക്കോവ് ജുമാഅത്ത് പള്ളിന്റെ പരിസരത്തില്ലേ, നിങ്ങളെ ഉപ്പമാരില്ലേ, ധൈര്യമുണ്ടോ ഒരുത്തനക്ക് ആ പള്ളിക്കാട്ടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ പോകാൻ ധൈര്യമുണ്ടോ? മക്കളെ, ഉമ്മയാണ് അവിടെ കിടക്കുന്നെന്ന് വിചാരിച്ച് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പോകാൻ? വല്യപ്പയാണ് അവിടെ കിടക്കുന്ന വിചാരിച്ച് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഒറ്റക്ക് പോകാൻ? അതേ, കിടത്തം എനിക്ക് കിടക്കണ്ടേ, നിങ്ങൾക്ക് കിടക്കണ്ടേ? അതും എത്ര കാലമാണ്? 60 65 കൊല്ലം ഭൂമിന്റെ മുകളിൽ ജീവിക്കുന്നുവെങ്കിൽ 100 200 500 1000 കൊല്ലമല്ലേ ഖബറിൽ കിടക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, 4 ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും കുറഞ്ഞ കാലമല്ലേ ഈ ഭൂമിന്റെ മുകളിൽ ജീവിക്കുന്നത്? ചിന്തിക്കണേ. റഈസുൽ ഉലമയെ പോലോത്ത, നൂറുൽ ഉലമയെ പോലോത്ത, താജുൽ ഉലമയെ പോലോത്ത ആളുകൾ എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കണം. അവർ സമയം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ ഓതാൻ അവർക്ക് മടിയില്ല, ഓതുമ്പോൾ ഉറക്കം വരില്ല, അതെല്ലാം ആനന്ദിച്ചു പോവുകയാണ്. തഹജ്ജുദ് അവർക്ക് മുടങ്ങിയിട്ടില്ല, 22 റക്അത്ത് റവാത്തിബ് അവർക്ക് മുടങ്ങിയിട്ടില്ല, 8 റക്അത്ത് ദുഹാ അവർക്ക് മുടങ്ങിയിട്ടില്ല. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് എപ്പോഴും മുനാജാത്ത്, എപ്പോഴും ബന്ധം. ഈ ബന്ധം സ്ഥാപിക്കാൻ ഭൂമിയിൽ ആർക്ക് കഴിഞ്ഞോ അവനല്ലേ മഹാഭാഗ്യവാൻ, അവനല്ലേ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യമായി ഉരുവിടുന്ന ആയത്ത് ഇതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വളരെ നേരത്തെ എഴുന്നേൽക്കും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ നേരത്തെ എഴുന്നേൽക്കും. സുബഹിയുടെ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീവി പറയാ, എഴുന്നിട്ട് ആ പായൽ ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടിപ്പോകില്ല, പായൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്താ ചെയ്യാ? ആയിഷ ബീവി പറയുന്നു, 2 വിരൽ, ഈ തള്ളവിരലും ചൂണ്ടാണി വിരലും ഉപയോഗിച്ച് കണ്ണിങ്ങനെ തിരുമ്പും. ഇമാം ഖല്ലൂബി അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തിരുമ്പൽ സുന്നത്താണ്. അങ്ങനെ തിരുമ്പല് ഉറക്കുന്ന എഴുന്നേറ്റാൽ, സുബഹിക്ക് എഴുന്നേറ്റാൽ ആ പായൽ ഇരുന്നിട്ട് കണ്ണിങ്ങനെ തിരുമ്പൽ സുന്നത്ത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ണിങ്ങനെ തിരുമ്പും, ഉറക്ക് കളയാൻ കണ്ണിങ്ങനെ തിരുമ്പും. തിരുമ്മിയതിനു ശേഷം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്നുള്ള സൂറത്ത് ആലി ഇംറാന്റെ അവസാനത്തെ ആയത്തുകൾ, ആ ആയത്തുകൾ 10 ആയത്തുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓതും. എന്നിട്ടാണ് പോവുക കൊടുക്കാൻ. അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് സുന്നത്താണ്. അങ്ങനെ എന്താണ് അതിന്റെ അർത്ഥം? ആകാശത്തെ സൃഷ്ടിച്ചതിലുണ്ട്, ഭൂമിയെ സൃഷ്ടിച്ചതിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് മുഴപ്പോട്ട് നോക്കുമ്പോ എത്ര നക്ഷത്രങ്ങളാ, എത്ര കാലായത്, അതൊന്നും പൊളിഞ്ഞ് താഴോട്ട് വീണിട്ടില്ല. എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത്? ആരാണിത് സംവിധാനിച്ചത്? എന്താണ് ആകാശം? ഇവിടെ ഈ ചെറിയ സ്ഥലത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇത് 1000 സ്ക്വയർ ഫീറ്റ് ഏതായാലും ഉണ്ടാവൂല, 1000-ന്റെ താഴെ ഇത് ഉണ്ടാവുള്ളൂ. ഈ സ്ക്വയർ ഫീറ്റുള്ള ഈ സ്ഥലത്ത് എത്ര തൂണുണ്ട്?
2 തൂണുണ്ട് ഇവിടെ. ആകാശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? അതിന് എത്ര തൂണാണുള്ളത്? ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സംവിധാനിച്ചു. ഇപ്പൊ അല്ലല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആകാശം പോയിട്ടൊരു തൂണുണ്ടാക്കട്ടെ, അവര് ആകാശം പോയിട്ട് തൂണുണ്ടാക്കട്ടെ, തൂണ് പോയിട്ടൊരു മെറ്റലിന്റെ ചീളുണ്ടാക്കട്ടെ, അവര് അതൊക്കെ പോകട്ടെ. ഒരു മെറ്റലിന്റെ ഒരു ചീള് ഉണ്ടാക്കട്ടെ, മെറ്റലിന്റെ ചീള് പോയിട്ട് വെറുതെ മൂക്കുന്ന വലിച്ചിടുന്ന രോമം ഉണ്ടാക്കട്ടെ, അവര് അതൊക്കെ പോയിട്ട് അതുണ്ടാക്കാൻ കഴിയുമോ? രോമം ഉണ്ടാക്കാൻ കഴിയുമോ മനുഷ്യനിക്ക്? പോകട്ടെ. ഈ മനുഷ്യന്റെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചാൽ സിസ്റ്റർ വന്ന് പറയുക, നിങ്ങളെ വൈഫിന്റെ രക്തം അത് ബി പോസിറ്റീവ് രക്തമാണ്, ആ രക്തം തന്നെയുള്ള ആളുകളെ കൊണ്ടുവരണം, അവരെ കൊണ്ടുവന്നെങ്കിൽ ഇവൾക്ക് രക്തം കയറ്റാൻ പറ്റുള്ളൂ. അപ്പോ ഇയാൾ പറയാണ്, യുക്തിവാദി പറയാണ്, എന്റെ രക്തം O പോസിറ്റീവ് ആണ്, ഞാനത് തരാം, നിങ്ങളത് മാറ്റിയാൽ മതി, മാറ്റിയിട്ട് B പോസിറ്റീവ് ആക്കിയാൽ മതി. എന്തെല്ലാം സംവിധാനം ഇപ്പോ. നിങ്ങൾക്ക് ആ രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റിക്കൂടെ? ആകെ ഗ്രൂപ്പല്ലേ ഇപ്പൊ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഗ്രൂപ്പ് ഒന്ന് മാറ്റിക്കൂടെ? നിങ്ങൾക്ക് ആ രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റിക്കൂടെ? കഴിയോ മനുഷ്യന്? അത് പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനോ OB ആക്കാനോ കഴിയോ? എന്തെങ്കിലും ചിന്തിക്കാത്തത്? ആരാ അത് ചെയ്തത്? ആരാണത് ചെയ്തത്? കയ്യുമൊരു സൂചി കുത്തി നോക്കാട്ടെ. സൂചി കുത്തിയാൽ ആ സൂചി പൊന്തിച്ചാൽ ആ സൂചിന്റെ തലഭാഗത്തുള്ള രക്തത്തിന്റെ കണികകൾ, അതിന്റെ ഒരു കണിക സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിഞ്ഞോ? ഞാനിവിടെ നിന്ന് മുതൽ നിങ്ങളോട് സംസാരിക്കുമ്പോ എന്റെ ശബ്ദം പുറത്തേക്ക് വരണമെങ്കിൽ, എനിക്ക് ശബ്ദിക്കണമെങ്കിൽ എന്റെ നാവ് ചലിക്കണം. എന്റെ നാവ് ചലിക്കണമെങ്കിൽ എന്റെ നാവിൽ തുപ്പുനീര് വേണം. അല്ലാതെ നാവ് ചലിക്കൂല. ചുണ്ടുണങ്ങിപ്പോയാൽ സംസാരിക്കാൻ കഴിയില്ല. ആരാണ് ഈ തുപ്പുനീര് തന്നതാരാ? അതിലെ ഒരു കണിക പോലും ഉണ്ടാക്കാൻ, തുപ്പുനീരിന്റെ ഒരു കണി പോലും ഉണ്ടാക്കാൻ മനുഷ്യന് കഴിഞ്ഞോ? പോകട്ടെ. എന്റെ ഉമ്മാന്റെ വയറ്റിൽ ഞാൻ കിടന്നു, 9 മാസം കിടന്നു. ആ കിടന്ന സമയത്ത് ഞാനിങ്ങനെ വളഞ്ഞിട്ടാണ് കിടന്നത്, ഊര വളച്ചിട്ടാണ് ഞാൻ കിടന്നത്. നിങ്ങളും കിടന്നത് അങ്ങനെ തന്നെയാ. 9 മാസം നാം വളതിൽ കിടന്നിട്ട് നമ്മുടെ ഊരക്ക് വല്ല തകരാറും പറ്റിയോ? അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിനക്കും പാല് തരുന്നത് ഹൈദ് രക്തം ഫിൽറ്റർ ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ മെൻസസ് അവിടെ സ്റ്റോപ്പാവും. ആ രക്തം ഒന്നായിട്ട് തളം കെട്ടി നിൽക്കുക. അതാണ് 60 ദിവസവും 40 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേശ്ശെ പുറത്തേക്ക് വരുന്ന ആ രക്തമാണ്. ആ രക്തത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ കിടന്നത്. ആ ചീഞ്ഞളിഞ്ഞ രക്തത്തിലാണ് ഞാനും നിങ്ങളൊക്കെ കിടന്നത്. എന്നിട്ട് നമുക്ക് വല്ല തകരാറും പറ്റിയോ? അടുക്കളയിലൂടെ വേസ്റ്റ് പോകുന്ന വേസ്റ്റ് ടാങ്കിൽ 1.5 മണിക്കൂർ കാലൊന്ന് താഴ്ത്തി വെച്ച് നോക്കാട്ടെ, എന്തെല്ലാം അണുക്കൾ ശരീരത്തിൽ കയറും, എന്തെല്ലാം അണുക്കൾ ശരീരത്തിൽ കയറും. ഈ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഹൈദ് രക്തത്തിൽ ഞാനും നിങ്ങളും കിടന്നിട്ട് ആ ഹൈദ് രക്തം ഫിൽറ്റർ ചെയ്തിട്ട് ഒരു പ്രത്യേകമായ പമ്പിലൂടെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും പാല് തന്നിട്ട് ആ റബ്ബില്ലെന്ന് പറയുന്നവനേക്കാളും വലിയ മൂഢനാരാ? സുബ്ഹാന ജല്ല ജലാലു. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടാവായ ആ അള്ളാന്റെ ഈ സൃഷ്ടികളെ പറ്റി ചിന്തിക്കുന്നതായ ആളുകൾ അവരാണ് ബുദ്ധിമാന്മാർ. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ പാഠമുണ്ട്. ഈ ആകാശത്തിന്റെ സൃഷ്ടിപ്പിലും ഭൂമിന്റെ സൃഷ്ടിപ്പിലും രാത്രി കഴിഞ്ഞ് പകല് വരുന്നു, പകല് കഴിഞ്ഞ് രാത്രി വരുന്നു. ഇതിലെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട്. ആരാ ബുദ്ധിയുള്ള ആൾക്കാർ? അല്ലദീന യദ്കുറൂന അല്ലാഹ്, അവർ ദിക്ർ ചൊല്ലുന്നു. ഖിയാമൻ നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, വഖുഊദൻ ഇരുന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, വഅലാ ജുനൂബിഹിം കിടന്നുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിന്റെയും സൃഷ്ടിപ്പിൽ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു. നക്ഷത്രങ്ങൾ നോക്കി ചിന്തിക്കുന്നു, തൂണില്ലാതെ സൃഷ്ടിച്ച ഈ ആകാശത്തെ നോക്കി ചിന്തിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹദാ ബാതിലാ, റബ്ബേ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്നവർ പറയുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ.
ആകാശം ഉണ്ടായിരുന്നില്ല, ഭൂമി ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിന്നീട് വന്നതല്ലേ. ഇതൊക്കെ ഇല്ലാത്ത കാലത്തും അള്ളണ്ടല്ലോ. ആ അല്ലാഹു ജല്ല ജലാലു മക്കളോട് പറയുന്നു. ഇപ്പൊ പല ആൾക്കാർ വന്നിട്ട് പല ചോദ്യങ്ങളാണ്. എവിടെ മോനെ അള്ളാഹു? അപ്പൊ കുട്ടികൾ പറയാണ് അള്ള എല്ലായിടത്തുണ്ട്. പറഞ്ഞു പോകരുതേ, അള്ള എല്ലായിടത്തുണ്ട്. വേറെ ചില കുട്ടികൾ പറയും അള്ള ആകാശത്തിനാണ്. എന്റെ മോനെ നീ ആകാശത്തിനാണ് അള്ള എന്ന് പറയാൻ കാരണം, അള്ളാനെ കാണാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഹ്റാജിന്റെ രാത്രി ആകാശത്തേക്കല്ല പോയത്. അപ്പൊ അള്ള ആകാശത്തിലുണ്ടായതുകൊണ്ടല്ലേ അങ്ങോട്ട് പോയത്. ഇതൊക്കെ യുക്തിവാദമാണ്. അള്ള ആകാശത്തിലുണ്ടായത് കൊണ്ടല്ല അങ്ങോട്ട് പോയത്. പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? അത് അവിടെ വെച്ചാണ് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അതുകൊണ്ട് പോയതാണ്. അവിടെ വെച്ച് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അള്ള ആകാശത്തിലായതുകൊണ്ട് പോയതല്ല. പിന്നെ അള്ള എവിടെയാ? അള്ള എവിടെയാണെന്ന ചോദ്യം ചോദിക്കാൻ പറ്റാത്തവനാ. പഠിച്ചോങ്ങള്, അള്ള എവിടെയെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? അള്ള എവിടെയാണെന്ന് പറയാൻ പറ്റാത്തവനാണ്. എവിടെയെന്ന് പറയണമെങ്കിൽ ആ സാധനത്തിലേക്ക് സ്ഥൂല ശരീരം വേണം. സ്ഥൂല ശരീരമുള്ള സാധനത്തിലേക്ക് എവിടെയെന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയെന്ന് പറയാൻ പറ്റാത്തവനാണ് അള്ളാഹു. എന്നല്ലാതെ അള്ളാഹു എല്ലായിടത്തുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ആകാശത്തിലുണ്ട്, ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അതൊന്നും നമ്മുടെ വിശ്വാസമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. വളരെ മനോഹരമായ ബൈത്തുകളാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരം കിട്ടിയ ബൈത്തുകളാണത്. ഞാൻ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, ഈ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുന്ന, അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അള്ളാഹുവിനക്ക് എപ്പോഴും തസ്ബീഹ് ചെല്ലുന്നവർ അവരാണ് ബുദ്ധിമാന്മാർ. അതിൽപ്പെട്ട ആളാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു. ജനിച്ചത് ഇറാനിലെ ഇന്നത്തെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ. ആ ടെഹ്റാന്റെ പഴയ പേര് നുഹാവന്തി എന്നാണ്. ആ നുഹാവന്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തബരിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. കേരളം പോലെ തബരിസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ആ തബരിസ്ഥാൻ സ്റ്റേറ്റിലെ ഗീലാൻ എന്ന് പറയുന്ന ജില്ലയിലെ നീഫ് എന്ന് പറയുന്ന കുഗ്രാമത്തിലാണ് മഹാനായ ഗൗസുൽ ആലം ജനിക്കുന്നത്. ഗീലാനിയാണ്, ജീലാനിയല്ല. പക്ഷേ ഗീ എന്നുള്ള അക്ഷരം അറബിയിൽ ഇല്ലാത്തത് കൊണ്ട് ആ ഗീ അറബിയിൽ ജീമായിട്ട് ഉച്ചരിക്കുകയാണ്. ഗീ എന്നുള്ള അക്ഷരം അറബിയിലില്ല, ഗാ എന്നുള്ളത് അറബിയിലില്ല. അതുകൊണ്ട് ഗാ വരുമ്പോ അത് ജീമായി മാറുകയാണ്. ഗീലാൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഗീലാൻ എന്നുള്ള ജില്ലയുടെ പേരാ. തബരിസ്ഥാൻ സ്റ്റേറ്റിലെ ഗീലാൻ ജില്ലയിലെ നീഫ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഹിജറ 470 ജനിച്ചവരാണ്. അതേ 470 മഹാനവറുകൾ ജനിക്കുന്നത്. താരീഖ് 470 ചൊന്ന നാൾ കൈലാനി എന്ന നാട് തന്നിൽ പിറന്നവർ. അവിടെ ജനിക്കുന്നത് 60 വയസ്സുള്ള ഉമ്മന്റെ മോനായിട്ടാ ജനിക്കുന്നത്. 60 വയസ്സാണ് അന്ന് ഉമ്മക്കുള്ളത്. 60 വയസ്സുള്ള മാതാവ് അതേ ഉമ്മുൽ ഖൈർ ഫാത്തിമ. മുഹീദ്ദീൻ ശൈഖിന്റെ അമ്മാന്റെ പേര് ഉമ്മുൽ ഖൈർ ഫാത്തിമ. ബാപ്പാന്റെ പേര് അബൂ സ്വാലിഹ് മൂസ. ഈ അബൂ സ്വാലിഹ് മൂസയുടെയും ഉമ്മുൽ ഖൈർ ഫാത്തിമയുടെയും മകനായി മുതലായ റമദാനിൽ 30 നാളിലും മുലകൂടിക്കും കാലം മുലനെ തൊടാതോവർ. സുബ്ഹാനല്ലാഹ്. റമദാനു ശരീഫ് 1-നാണ് മുഹീദ്ദീൻ ശൈഖ് ജനിക്കുന്നത്. റമദാനു ശരീഫ് 1-ന് ജനിക്കുന്നു. ഈ മഹാന്മാരുടെ മകനായിട്ട് ജനിക്കുന്നു. ജനിച്ച് കൂടുതൽ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ വാപ്പ വഫാത്തായി പോയി. അബൂ സ്വാലിഹ് മൂസ വഫാത്തായി പോയി. അങ്ങനെ അവിടെ ജീവിച്ചു. ഉമ്മയുടെ തർബിയത്തിലായി. അതേ അന്തൽ ഹസനിയ വൽ ഹുസനിയ കുൻത മഅ അബം വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. 4 ഖുതുബുകളാണ് അറിയപ്പെടുന്നത്. ഖുതുബുകൾ 4ആണെന്നും 5ആണെന്നും 6ആണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഖുതുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ ഖുതുബുകളുടെ ഖുതുബ് എന്നാണ് അർത്ഥം. ഖുതുബ് എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം കേന്ദ്രം, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തി എന്നൊക്കെയാണ് ഖുതുബിന്റെ അർത്ഥം. അപ്പൊ ഖുതുബ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തി എന്നാണ് ഇവിടെ.
അപ്പോ പ്രധാനപ്പെട്ട വ്യക്തികളിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഗൗസുൽ ആദം. ഖുത്ബ് എന്ന പദവിയിൽ 200ഓളം പദവികളുണ്ട്. അത് ഖുത്ബുൽ ആലം, ഖുത്ബുൽ ഇർഷാദ്, ഖുത്ബുൽ സമാൻ, ഖുത്ബുൽ ബിലാദ്, ഇങ്ങനെ 200ഓളം പദവികളുണ്ട് ഖുത്ബ് എന്ന് പറയുന്നത്. ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒന്നായിട്ടുള്ള ഖുത്ബ് എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. ആലം എന്നുള്ള സ്ഥാനപ്പേരാണ്. എന്നല്ല, ലോകത്തിന്റെ ഒന്നായിട്ടുള്ള ഖുത്ബ് എന്നാണെങ്കിൽ ആ ഖുത്ബുൽ ആലമിനിക്കാണ് ഏറ്റവും വലിയ സ്ഥാനം വേണ്ടത്. ഖുത്ബുൽ ആലം എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഖുത്ബുസ്സമാനിന്റെ മുകളിലും എന്നാൽ അൽ ഖുത്ബ് എന്ന് പറയുന്ന പദവിയുടെ താഴെയുമായിട്ടുള്ള ഒരു പദവിയാണത്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആദ്യം ഖുത്ബുൽ ആലമായിരുന്നു. പിന്നീട് ആ ഖുത്ബുൽ ആലമിൽ നിന്ന് ഉയർന്ന് മഹാനവറുകൾ അൽ ഖുത്ബ് അൽ ഗൗസി എന്നുള്ള സ്ഥാനത്തേക്ക് എത്തി എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ 200ഓളം മർത്തബകൾ ഖുത്ബ് എന്നതിലുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ മർത്തബയായ അനാ ഖുത്ബു അഖ്താബിൽ വജൂദി ബിഅസ്രിഹാ അനാ ബാസുഹും ഫൽകുല്ലു യുദ്ആ ബിഗിൽമാനി. ഞാൻ ഖുത്ബുൽ അഖ്താബാണ്, ബാബാ മുദുവിന് ഖുത്ബായി വന്നോവർ, വാനം മതേളിയിലും കേളി മികന്തോവർ. ഉമ്മയുടെ മുതുകിൽ വെച്ച് തന്നെ ഖുത്ബായി വന്നു. പ്രിയപ്പെട്ടവരെ, നീട്ടിപ്പരത്തി പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാ. പറഞ്ഞു വരുന്നത് മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെ ഉമ്മായുടെ തർബിയത്തിലായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 18ാമത്തെ വയസ്സിൽ ഹിജ്റ 470 ജനിച്ചു. ഹിജ്റ 488 ഉപ്പയുടെ അനന്തര സ്വത്തായി ലഭിച്ചതായ പശുക്കൾ. സുബ്ഹാനല്ലാഹ്. ഖുത്ബുൽ അഖ്താബ് തങ്ങൾ ഇറാനിൽ ജനിച്ചു. ഇറാഖിലെ ബഗ്ദാദിൽ വഫാത്തായി. മഹാനായ താജുൽ ഉലമ കരുവന്തിരുത്തിയിൽ ജനിച്ചു. കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളത്ത് വഫാത്തായി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെ ഗസയിൽ ജനിച്ചു. ഈജിപ്തിലെ ഖറാഫയിൽ വഫാത്തായി. മഹാന്മാരായ ആൾക്കാരിലൊക്കെ ഇങ്ങനൊരു സ്വഭാവം കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് ജനിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് വഫാത്താകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. മൗലീദുഹു ബി മക്കത്തൽ അമീന വഫാത്തുഹു ബി തൈബത്തൽ മദീന അതമ്മ ഖബ്ലൽ വഹി 40 വഉംറുഹു ഖദ് ജാവസ 60. എന്തൊരു മനോഹരമായ വരികളാണത്. അല്ലാഹുവിന്റെ റസൂൽ മൗലീദുഹു ബി മക്കത്തൽ അമീന, മക്കത്ത് ജനിച്ചു, മദീനത്ത് വഫാത്തായി. മഹാനായ ഗൗസുൽ ആദം ഇറാനിൽ ജനിച്ചു, ഇറാഖിലെ ബഗ്ദാദിൽ വഫാത്തായി. ഷാഫി ഇമാമ് ഗസയിൽ ജനിച്ചു. ഇന്ന് അറിയുന്ന ഫലസ്തീനിലെ ഗാസയില്ലേ, ആ ഗാസ തന്നെയാണ് ഗസ. ആ ഗസയിൽ ജനിച്ചു, ഈജിപ്തിലെ ഖറാഫയിൽ വഫാത്തായി. താജുൽ ഉലമ കരുവന്തിരുത്തിയിൽ, കോഴിക്കോട് ജില്ലയിലെ കരുവന്തിരുത്തി എന്ന് പറയുന്ന ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട കരുവന്തിരുത്തിയിൽ ജനിക്കുന്നു. എട്ടിക്കുളത്ത് കണ്ണൂർ ജില്ലയിൽപ്പെട്ട പയ്യന്നൂരിനടുത്ത ഏഴിമലക്കടുത്ത് എട്ടിക്കുളത്ത് വഫാത്താകുന്നു, അവിടെ വഫാത്താകുന്നു. ഇങ്ങനെ ഓരോരുത്തരെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കന്മാരിലൊക്കെ ഇങ്ങനെ ചില സമാനതകൾ കാണുന്നു. ഇങ്ങനെ ചില സമാനതകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. റബീഉൽ ആഖിർ മാസത്തിൽ ധാരാളം മഹാന്മാരായ ആൾക്കാർ വഫാത്തായ മാസമാണ്. റഈസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, ഇവരൊക്കെ വഫാത്തായതും റബീഉൽ ആഖിർ മാസത്തിൽ തന്നെയാണ്. പറഞ്ഞു വരുന്നത് വേറെയും ചില സാമ്യതകൾ കാണുന്നു. മഹാനായ താജുൽ ഉലമ ഓത്തീർത്തിട്ട് വന്നാല്, കരുന്തിരുത്തിയിൽ വന്നാല്, കരുന്തിരുത്തി വലിയ ജുമാഅത്ത് പള്ളിന്റെ മുകളിൽ കയറിയിട്ട് അൽഫിന്റെ ബേത്ത് ഇങ്ങനെ ചൊല്ലുന്ന. കാരണം താജുൽ ഉലമക്ക് കരുവന്തിരുത്തിയിൽ വീടുണ്ടായിരുന്നില്ല. വീട് പോയിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് സെന്റ് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഉപ്പ വഫാത്താകുന്ന അവസരത്തിൽ അനന്തര സ്വത്തായിട്ട് കിട്ടിയത് 2 പശുക്കളെയാണ്. ഉപ്പ വഫാത്തായിട്ട് അനന്തര സ്വത്തായിട്ട് കിട്ടിയത് പശുക്കളെയാണ്. പിന്നീട് താജുൽ ഉലമ കരുവന്തിരുത്തിയിൽ താമസിക്കുന്ന 14 സെന്റ് വീട് അല്ലെങ്കിൽ 15 സെന്റ് ഉള്ള ഒരു വീട്
അവിടുത്തെ ഒരു ഉന്നത തറവാട്ടിലെ ഒരു ഉമ്മ കൊടുത്തതാണ്. മണലുടി തറവാട്ടിലെ ഉമ്മ കൊടുത്തൊരു വീടാണത്. ആ സ്ഥലത്ത് വീടുണ്ടാക്കിയത് താജുൽ ഉലമയാണ്, സ്ഥലം കൊടുത്ത ഉമ്മയാണ്. ഞാൻ അവിടെ മുദരിസാവുമ്പോൾ ആ ഉമ്മ ഹയാത്തിലുണ്ട്. ആ ഉമ്മയെ പറ്റിയിട്ട് നല്ല അഭിപ്രായം ആ നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ കൊടുത്താണ് താജുൽ ഉലമക്ക് ആ സ്ഥലം. ആ സ്ഥലം ഉമ്മ കൊടുത്തുകൊണ്ടാണ് താജുൽ ഉലമ അവിടെ താമസിച്ചത്. അല്ലെങ്കിൽ താജുൽ ഉലമ കരുവന്തിരത്തിലുണ്ടാവൂല. താജുൽ ഉലമക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓത്തിർത്തി വന്നാൽ, ദറസിർത്തി വന്നാൽ, പള്ളിയിൽ നിന്ന് പഠനത്തിൽ ഷാബാനിക്ക് മഹാനൗറുകൾ നാട്ടിൽ വന്നാൽ പള്ളിയിലാ താമസിച്ചിരുന്നത്, വീട്ടിലായിരുന്നില്ല താമസിച്ചിരുന്നത്, പള്ളിയിലാ താമസിച്ചിരുന്നത്. അങ്ങനെ പള്ളിന്റെ മുകളിൽ കയറിയിട്ട് അൽഫിന്റെ ബെയ്ത്ത് ഇങ്ങനെ ചെല്ലുമ്പോ ആ ബെയ്ത്ത് ചെല്ലുന്നത് അങ്ങാടിയിലേക്ക് കേൾക്കുമ്പോ നാട്ടുകാർ പറയും, കുഞ്ഞിക്കോയ തങ്ങൾ ദറസിർത്തി വന്നിക്കണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ തങ്ങള്, ഇതാണ് താജുൽ ഉലമ. കുഞ്ഞിക്കോയ തങ്ങൾ ദറസിർത്തി വന്നിക്കണ എന്താ ഒരു കണ്ടിട്ടില്ല. ബെയ്ത്ത് ഇങ്ങനെ ചെല്ലുന്ന കേൾക്കാം. പള്ളിന്റെ മുകളിൽ 3-ാം തട്ടുണ്ട് കരുവന്തിരുത്തി പള്ളിക്ക് ഇപ്പോഴും ഉണ്ടത്. അതിന്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ബെയ്ത്ത് ചെല്ലുന്നത് അങ്ങാടിക്ക് ഇങ്ങനെ കേൾക്കുമ്പോ കരുവന്തിരുത്തിക്കാർ പറയും, കുഞ്ഞിക്കോയ തങ്ങൾ ദറസിർത്തി വന്നിക്കണെന്ന് പറയും. അങ്ങനെ പഠിച്ച ആളാണ് മഹാനായ താജുൽ ഉലമ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ഇവിടുത്തെ ദറജ കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ സ്ഥാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അനന്തര സ്വത്തായിട്ട് കിട്ടിയത് 2 പശുക്കളെ എന്ന് പറയുന്നുണ്ട്. ഔസുൽ അഹദവനും കിട്ടിയത് പശുക്കളെ. അത് മുഹീദ്ദിമാലയുണ്ട്. ഏറും അറഫ നാൾ പശുവെ പൈച്ചാരെ, ഇതിനോ പടച്ചത് പശുവ് പറഞ്ഞോവാർ. അറഫ നാളിൽ ദുൽഹിജ്ജ 9 മഹാനായ ഔസുൽ അഹദം തന്റെ പിതാവിന്റെ കൃഷിഭൂമിയിലൂടെ പശുക്കളുമായി നടക്കുമ്പോ തഫ്രീജുൽ ഖവാത്തിറിൽ ഈ സംഭവം കാണാം. ആ പശുവിനെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ നിന്നൊരു പശു നേരെ തിരിഞ്ഞിട്ട് യാ അബ്ദുൽ ഖാദർ, യാ അബ്ദുൽ ഖാദർ മാ ലിഹാദാ ഖുലിഖത, ഇങ്ങനെ പശുവിന്റെ പിന്നാലെ നടക്കാനല്ല നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പശു സംസാരിക്കുകയാണ്. അത്ഭുതത്തോടുകൂടെ അമ്മന്റെ അടുത്ത് ചെന്നു. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ പശു ഇങ്ങനെ പറഞ്ഞിരിക്കണ. എന്നിട്ട് ആ വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് സഖഫിന്റെ മുകളിൽ കയറി, പച്ചിന്റെ മുകളിൽ കയറി മഹാനായ ഔസുൽ ആദമിന് 18 വയസ്സാ. ആ 18 വയസ്സുള്ള ഔസുൽ ആദം അതിന്റെ മുകളിൽ കയറി നോക്കിയപ്പോ ഭക്ഷണം ഇപ്പൊ നമ്മള് കൊടുക്കണ്ടേ? പുതിങ്ങനെ കൊടുത്താൽ പിന്നെ ഇവർക്കൊക്കെ വേഗം പോകേണ്ടി വരും. ഭക്ഷണം കിട്ടിയ പിന്നെ പോകാനായില്ലേ, നിർത്തിയതായാലും. വയന്ന് പറഞ്ഞപ്പോ എന്നാ തീരാ? നിങ്ങളിപ്പോ എല്ലാ മഹാന്മാരെ പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ നടക്കും. ഇപ്പം അതൊന്നും നടക്കണ കാര്യമില്ലല്ലോ. ഓതല്ലാതെ തെറ്റിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഞാൻ എന്തൊക്കെ പറയാണ്ട്, ഇതിങ്ങനെ പറ്റുള്ളൂ എന്ന് അറിയിക്കലാണ് എൻ്റെ ലക്ഷ്യം. ഇതിങ്ങനെ പറ്റുള്ളൂ. നമുക്കൊന്നും അറിയില്ല എന്നുള്ളതും അറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്നുള്ളെങ്കിലും അറിയണം. അത് വലിയൊരു അറിവാണ്. അറിയില്ല എന്നുള്ളത് വലിയൊരു അറിവാണ്. അതറിഞ്ഞാൽ പിന്നെ അവരങ്ങനെ അന്വേഷിക്കും, വിഷയങ്ങളൊക്കെ അന്വേഷിക്കും. ആരാണ് ഇവരൊക്കെ? ഇവരെ പറ്റിയൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? എങ്ങനെ പറയാ? നോക്കി ചെറുതേനെ കടനെടുത്താലും നൊടി മധുര കുറവതിനില്ലാമേ എന്ന് ബദർബൈത്തിലൊരു വരിയുണ്ട്. കാട്ടിലുള്ള കാടൻ ചെറുതേനെ അവൻ എടുത്തു കൊണ്ടുവന്നാലും അതിന് മധുരക്കുറവുണ്ടാവൂല എന്ന്. കാടൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ തേനെടുത്ത് കൊടുത്താൽ അർജിയാണ് കാട്ടാളനാടാന്ന് പറഞ്ഞിട്ട് അതിന് മധുരം കുറയോ? അതുപോലെ മഹാന്മാരെ പറ്റിയിട്ട് ആര് പറഞ്ഞാലും അത് രസമാണ്. ആര് പറഞ്ഞാലും ശരി, തേൻ കൊടുക്കുന്നത് കാട്ടാളനായിരുന്നാലും ശരി, ഇനി അതല്ല വലിയ മുതലാളിയായിരുന്നാലും ശരി, തേന്റെ മധുരത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ മഹാന്മാരെ പറ്റി പറയുമ്പോൾ അതിന് യാതൊരു കുറവുണ്ടാവില്ല, രസത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ പറയാം. മഹാനായ ഔസുൽ ആദം ഭക്ഷണം പോകുമ്പോൾ കൊടുത്താൽ പോരെ, മറ്റിവിടെ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കാം. ഏതായാലും നിർത്താം. ദ്വാരക്കണ്ട തങ്ങൾ പാപ്പാൻ അങ്ങനെ ഇരുത്തിയിട്ട് കൂടുതൽ സംസാരിക്കുന്നത് മതപകേടാണ്. ദ്വാരക്കാനും പിന്നെ നമുക്ക് സമയം വേണമല്ലോ. ഉമ്മമാരൊക്കെ നേരത്തെ വന്നവരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീനിന്റെ വിഷയം എങ്ങനെയാ? ഔസുൽ ആദമിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെ പറയാണ്ട്. ഔസുൽ ആദമിന്റെ അടുത്ത് ഒരാള് സങ്കടത്തോടുകൂടെ വന്നിട്ട് കുട്ടിനെ ജിന്ന് കൊണ്ടുപോയൊരു സംഭവമുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹിന്റെ ദീന് മനസ്സിലാക്കാൻ അവസരം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ ദീന് മനസ്സിലാക്കാൻ അവസരം കിട്ടുക.
ദീന് മനസ്സിലാക്കണമെങ്കിൽ ഇൽമു പഠിക്കണം. ഇൽമു പഠിച്ചാലെങ്കിലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. ഞാൻ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയൊരു മനുഷ്യനാണ്. അന്ന് LP സ്കൂള് 4 വരെ LP സ്കൂൾ ഉണ്ടാവുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ അന്ന് 5 വരെ ഉണ്ട്. അതുകൊണ്ട് 5ാം ക്ലാസ് സ്കൂളിൽ പോകാനായി. അല്ലെങ്കിൽ 4 ക്ലാസ് വരെ പോവുള്ളൂ. 10ാമത്തെ വയസ്സിൽ തലകെട്ടും കെട്ടിയിട്ട് ഓതാൻ വേണ്ടി പോയ ആളാണ്. 10ാമത്തെ വയസ്സിൽ തലകെട്ടും കെട്ടിയിട്ട് ഓതാൻ വേണ്ടി പോയി. വാപ്പാൻ്റെ അടുത്ത് കൂടെ തന്നെ പോയത്. അള്ളാഹു വാപ്പാൻ്റെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. അന്നൊക്കെ ഞാൻ ഒരു ഇൽമു പഠിച്ചപ്പോൾ അത് പോരാ, കുറച്ച് ഭൗതികമൊക്കെ പഠിക്കണം, എന്നാലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അന്നൊക്കെ തോന്നിയിരുന്നു. ഇന്ന് 54 വയസ്സായി. അപ്പൊ ആ സമയത്തുള്ള ആ ചിന്തകളൊക്കെ ഒന്നിനും കൊള്ളരുതാത്ത ചിന്തയാണെന്നും എന്തെങ്കിലും മഹാന്മാരെ പറ്റി പഠിക്കാനൊക്കെ അവസരം കിട്ടിയത് ഇൽമുള്ളത് കൊണ്ടാണ്. താജുൽ ഉലമയെ വഫാത്തിന്റെ അന്ന് ഞാൻ പോയി കണ്ടു. ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്. താജുൽ ഉലമ ശനിയാഴ്ച ഉച്ചക്ക് 3:30 മണിക്കാണ് വഫാത്താകുന്നത്. ആ ശനിയാഴ്ച ഉച്ചക്ക് 3:30 മണിക്ക് താജുൽ ഉലമ വഫാത്താകുമ്പോ ആ ശനിയാഴ്ചന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച ഞാൻ ദർസ് നടത്തുന്ന മഹല്ലത്തിന്റെ തൊട്ടടുത്തുള്ള മഹല്ലത്തിൽ സയ്യിദ് കൂറത്തങ്ങൾ, കോയമ്മത്തങ്ങൾ, മഹാനവറുകൾ വന്നിരുന്നു. ഒരു പരിപാടിക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ തങ്ങൾ പാപ്പാണ്ട് ചോദിച്ചു, എന്താണ് ഇപ്പാന്റെ അവസ്ഥ? അപ്പൊ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പാക്ക് ക്ഷീണുണ്ട്, ഞാൻ വേഗം പോവാണ്. പരിപാടി കഴിഞ്ഞ് കൂറത്തങ്ങൾ വേഗം പോയി. ആ പരിപാടി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോ എന്റെ മനസ്സിലിങ്ങനെ വരികയാണ്, എന്തായാലും വേണ്ടില്ല നാളെ എട്ടിക്കുളത്ത് പോകണം. നാളെ എട്ടിക്കുളത്ത് പോയേ പറ്റൂ. ശനിയാഴ്ച രാവിലെ ഫസ്റ്റ് ട്രെയിനിന് ഫറൂഖിൽ നിന്ന് ഞാൻ എട്ടിക്കുളത്തേക്ക് പോവുകയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് AK അബ്ദുൽ ഹമീദ് സാഹിബും മറ്റുള്ളവരൊക്കെ ഫറൂഖിൽ വന്ന് ഇറങ്ങുന്നു. അവരിറങ്ങുന്ന അതേ ട്രെയിനിൽ ഞാൻ കയറുക. അപ്പൊ ഹമീദ് സാഹിബിനോട് ചോദിച്ചു, എവിടുക്കാ പോണെന്ന് ചോദിച്ചു. ഞാൻ എട്ടിക്കുളത്ത് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 9:30 മണിക്ക് താജുൽ ഉലമ വഫാത്താകുന്ന ശനിയാഴ്ച 9:30 മണിക്ക് താജുൽ ഉലമ എന്റെ വീട്ടിൽ ചെന്നു. താജുൽ ഉലമ പച്ച പുതപ്പ് കൊണ്ട് പൊതിച്ച് കിടക്കാം. സലാം ചൊല്ലി അവിടുത്തെ കൈ പിടിച്ചു, കാലും പിടിച്ചു. ആ മുഖത്തിന്റെ ഒരു മനോഹരതയും തിളക്കവും ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കാണും. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ ഇൽമ അല്ലാഹ് തന്നതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. എന്നിട്ട് താജുൽ ഉലമയെ കണ്ടു. ഞാൻ തൊട്ടടുത്ത ട്രെയിനിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു. നാട്ടിൽ വന്ന് വീട്ടിൽ രണ്ട് കയറിയുള്ളൂ. അപ്പൊ ഫോൺ വന്നു, താജുൽ ഉലമ വഫാത്തായിക്കണ. അപ്പൊ ഫോൺ വന്നു. ഉടനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എട്ടിക്കുളത്തേക്ക്. അങ്ങനെ എട്ടിക്കുളത്ത് വന്നു. കണ്ണൂരിൽ വന്ന് ഇറങ്ങിയപ്പോ നിറയെ ജനങ്ങളാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോ ആളുകൾ കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരക്കം പായാൻ എട്ടിക്കുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, നിങ്ങളങ്ങോട്ട് പോണ്ടാണ്ട് പോകാൻ അടുക്കാൻ പറ്റൂല. അത്രക്ക് ജനങ്ങൾ അടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോയേ പറ്റൂ, ഞാൻ അങ്ങോട്ട് പോകുക ചെയ്യും. കണ്ണൂരിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് എട്ടിക്കുളത്തേക്ക് പോയി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ കൂടെ മേലെ പറമ്പുകാരൻ ഒരാളുണ്ടായി. ഞങ്ങൾ 2 ആളും കൂടി പോയി. അവിടെ പോയപ്പോൾ എട്ടിക്കുളത്തേക്ക് അടുക്കാൻ കഴിയും. പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ എങ്ങനെയൊക്കെ ഓട്ടോറിക്ഷ തിരിച്ച് വളച്ച് താജുൽ ഉലമന്റെ പേരന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നത്. അയാളെ സമ്മതിക്കണം. അയാൾക്ക് 1 കോടി ഉൾപ്പെടുത്താനും മതിയാവില്ല. അതൊരു നല്ല, അയാൾ ആരാന്നറിയില്ല, അയാൾ നല്ലൊരു മനുഷ്യൻ. അത് കൊണ്ടെടുത്ത് അവിടെ എത്തി. അല്ലെങ്കിൽ എത്തൂല. ഒരുപാട് ആൾക്കാർ തിരിച്ചു വരിക, കാണാൻ കഴിയാതെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് അവിടെ തന്നെ നിന്നു. മയ്യത്തെടുക്കുന്നവരെ, അവിടുത്തെ ജനാസ എടുക്കുന്നവരെ ആ റൂമിൽ തന്നെ താജുൽ ഉലമനെ കടത്തി ആ റൂമിൽ തന്നെ ഇരുന്നു. 2 വട്ടം അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്ത് ഉമ്മ വെക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ എൻ്റെ മുത്തഅല്ലിമീങ്ങളോട് പറയാണ്, അതെന്തുകൊണ്ടാ? ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ അവസരം നൽകി. അതുകൊണ്ടാണ് താജുൽ ഉലമയെ പോലത്തെ ആൾക്കാരെടുത്ത് പോയിരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ താജുൽ ഉലമനെ അറിയുന്ന ആൾക്കാരെ പോടാന്നറിഞ്ഞാട്ടും പോടാ പ്രത്യേക പറച്ചിലുണ്ട്, ആട്ടിക്കളെ. അതുകൊണ്ടാണ് കഴിഞ്ഞത്. മഹാനായ സുലൈമാനുസ്താദിന്റെ അടുത്ത് ഇപ്പോഴും കിതാബ് പോകുന്നവനാണ് ഞാൻ. സുലൈമാനുസ്താദിന്റെ അടുത്ത് പോയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് കുശേരി ക്ലാസ് ഉണ്ട്. അതിൽ പോയി ഇരിക്കുന്നവനാണ് ഞാൻ. അത് വായിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ. അതെന്ത് സുലൈമാനുസ്താദിന്റെ അടുത്ത് പോയിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സുലൈമാനുസ്താദ് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ആ വിവരം എനിക്ക് കിട്ടിയല്ലോ. എന്നെ മുത്തഅല്ലിമീങ്ങളോട് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു മനുഷ്യർക്ക് അല്ലാഹ് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ മഹാന്മാരെ പറ്റിയൊക്കെ പഠിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത്. അവരുണ്ടാക്കിയ കിതാബുകൾ ഒരു മുത്തഅല്ലിം അൽഫി ഓതുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ വരേണ്ട എന്താണെന്നറിയോ?
ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഓതിയ കിതാബാണല്ലോ ഇത്. താജുൽ ഉലമ ഓതിയ കിതാബാണല്ലോ ഇത്. മമ്പർത്ത തങ്ങൾ പാപ്പ ഓതിയ കിതാബാണല്ലോ ഇത്. അതേപോലെ വലിയ വലിയ ആൾക്കാർ ഓതിയ കിതാബാണല്ലോ ഇത്. ഇതൊക്കെ ഓതാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എനിക്ക്, അത് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ എനിക്ക്. സുബ്ഹാനല്ലാഹ്, സഹീഹുൽ ബുഖാരിയൊക്കെ ഓതുമ്പോ അതിന്റെ ഒക്കെ ഒരു സന്തോഷം എത്രയാണ്. സഹീഹുൽ ബുഖാരിക്ക് ഓതുമ്പോ അതിന്റെ സന്തോഷം എത്രയാ. വിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് മനസ്സിലാകുമ്പോ അള്ളാന്റെ കലാം കൊണ്ട് തിരിയല്ലേ. സുബ്ഹാനല്ലാഹ്, അതിന്റെ ആഴം എത്രയാണ്. വിശുദ്ധ ഖുർആന്റെ ഒക്കെ ആഴം എത്രയാണ്, അതിന്റെ ഒക്കെ മുത്തുകൾ എത്രയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇൽമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. മുഹീദ്ദീൻ ശൈഖ് 18-ാമത്തെ വയസ്സിൽ കിതാബ് ഓതാൻ പോവാ. 18-ാമത്തെ വയസ്സിൽ കിതാബ് ഓതാൻ പോകുന്നു. ഉമ്മയുടെ സമ്മതപ്രകാരം ബഗ്ദാദിലേക്ക് പോകുന്നു. ഇറാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോകുന്നു. മദ്രസത്തുൻ നിലാമിയ സിലബസ് ആണ് നമ്മുടെ ദർസിലൊക്കെ ഉള്ളത്. ഖലീഫ നിലാമുൽ മുൽക്ക് എന്ന് പറയുന്ന ആൾ ബഗ്ദാദിൽ വെച്ച് ഉണ്ടാക്കിയൊരു സിലബസ് ആണത്. അതുകൊണ്ടാണ് നിലാമിയ സിലബസ് ആണ് നമ്മുടെ ദർസിലൊക്കെ ഉള്ളത്. ആ നിലാമിയ മദ്രസയിൽ അന്ന് പ്രിൻസിപ്പാൾ ഒസാലി ഇമാമ, ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് ഒസാലിയ അവിടുത്തെ പ്രിൻസിപ്പാൾ. ആ സ്ഥാപനം ലക്ഷ്യമാക്കിയ ഗൗസുൽ ആദം തങ്ങൾ പോകുന്നത് ആ സ്ഥാപനം ലക്ഷ്യമാക്കിയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഗസാലി ഇമാം ലീവിലാണെന്നറിഞ്ഞത്. ഗസാലി ഇമാം തന്റെ അനുജനെ അവിടെ ആക്കിയിട്ട് ഗസാലി ഇമാം ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് മദ്രസത്തുൻ നിലാമിയിൽ ഖലീഫ നിലാമുൽ മുൽക്കുണ്ടാക്കിയ മദ്രസയിൽ പോയി മഹാനായ ഗൗസുൽ ആദം തങ്ങൾ 33 കൊല്ലം ഇൽമു പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. 40 വഅദ് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 40 കൊല്ലമാണ് ഗൗസുൽ ആദം വഅദ് പറഞ്ഞത്. ഒരാഴ്ചയിൽ 3 ദിവസമായിരുന്നു വഅദ് ഉണ്ടായിരുന്നത്. ഒരാഴ്ചയിൽ 3 ദിവസമായിരുന്നു വഅദ്. അങ്ങനെ 40 കൊല്ലം വഅദ് പറഞ്ഞു. ആ വഅദിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഇതെന്തുകൊണ്ട് സാധിച്ചു? ആയത്തോതിയിട്ട് ഹദീസ് ഓതിയിട്ട് ചരിത്രം പറഞ്ഞിട്ട് വഅദ് പറയാൻ എന്തുകൊണ്ട് സാധിച്ചു? ഇൽമു പഠിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മഹാഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു പള്ളി, ആ പള്ളിയിൽ ഒരു ദർസ് നിങ്ങൾ പരിപോഷിപ്പിക്കണം. ദർസിലേക്ക് മുത്തഅല്ലിമീങ്ങളെ പറഞ്ഞേക്കണം. നല്ല നല്ല കുട്ടികൾ നാട്ടിൽ വളർന്നുണ്ടാകണം. ഇൽമുള്ളതായ ആൾക്കാർ നാട്ടിലുണ്ടാകണം. മഹാന്മാരായ ഒട്ടനവധി ആളുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആലിമീങ്ങളായ ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ, ജിന്നെ വിളിപ്പിച്ച അതിനെ കൊടുത്തോവാർ. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് സങ്കടം പറയാ. എന്താ? പ്രിയപ്പെട്ടവരെ, എന്റെ 16 വയസ്സുള്ള മോളെ, നല്ല ചൊറുക്കുള്ള എന്റെ പൊന്നാര മകളെ ആരോ കൊണ്ടുപോയിരിക്കുന്നു. ഒരു പിടുത്തം കിട്ടുന്നില്ല, ആരോ കൊണ്ടുപോയിരിക്കുന്നു. 16 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. സുബ്ഹാന ജല്ല ജലാലു. ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് ഒന്ന് സങ്കടം പറയാണ്. 16 വയസ്സുള്ള കുട്ടി മഗ്രിബിന്റെ നേരത്ത് പുരന്റെ മുകളിൽ കയറിയതായിരുന്നു. മഗ്രിബിന്റെ നേരത്ത് പുരന്റെ മുകളിൽ കയറിയപ്പോ ജിന്നെടുത്ത് കൊണ്ടുപോയതാ, പിശാചെടുത്ത് കൊണ്ടുപോയതാ. അതുകൊണ്ടാണ് ഉമ്മമാരെ പഴയ കാലത്ത് പറയാറുണ്ട്, മഗ്രിബിന്റെ നേരത്ത്, മൈപ്പിന്റെ നേരത്ത് പുറത്തേക്ക് ഇറങ്ങരുത്. ആ സമയത്ത് പിശാചുക്കൾ പായുന്ന സമയമാ, കുട്ടികളെ എടുത്തു കൊണ്ടുപോകും. അങ്ങനെ 16 വയസ്സുള്ള ഈ പെൺകുട്ടിയെ ജിന്നു കൊണ്ടുപോയപ്പോ ഗൗസുൽ ആദമിനോട് സങ്കടം പറയുന്നു. ശത്നൂഫി തന്റെ ബഹ്ജത്തുൽ അസ്റാറിൽ ഈ കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. അതേ മഹാനായ ഗൗസുൽ ആദമിനോട് ഒന്ന് സങ്കടം പറഞ്ഞപ്പോ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഗൗസുൽ ആദമിന്റെ മറുപടി എന്താണെന്നറിയോ? ഇദ്ഹബ് ഇലാ കർഹ്
കർഹ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കർഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ പോയിക്കോ. അവിടെ 5 മണൽ കുന്നുകളുണ്ട്. 5ാമത്തെ മണൽക്കുന്നിന്റെ അടുത്ത് പോയി നീ നിന്നോ. എന്നിട്ട് നിന്റെ ചുറ്റുഭാഗത്തും ഒരു കളം വരച്ചാളാ. വൃത്താകൃതിയിൽ ഒരു കളം വരച്ചോ. അങ്ങനെ കളം വരക്കുമ്പോ ബിസ്മില്ലാ വഅലാ നിയ്യത്തി അബ്ദിൽ ഖാദിർ എന്ന് നീ പറഞ്ഞോ. അല്ലാഹുവിന്റെ പേരും വഅലാ നിയ്യത്തി അബ്ദിൽ ഖാദിർ എന്ന് പറഞ്ഞിട്ട് ഒരു കളം വരച്ചാളാ. ഓത്തുല്ലാന്ന് പറയുകയാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ കളം വരച്ച് നീ കലത്തിന്റെ നടുവിൽ നിന്നാ ഒരുപാട് ജിന്നുകൾ വരും. ജിന്നുകളെ കേന്ദ്രമാണത്. അങ്ങനെ ജിന്നുകൾ വരുമ്പോ അവര് പല കോപ്പിരാട്ടികളും കാട്ടും. നിന്നെ പേടിപ്പിക്കാൻ പലതും അവർ കാട്ടും. നീ പേടിക്കണ്ട. ആനന്റെ കോലത്തിൽ വരും, സിംഹത്തിന്റെ കോലത്തിൽ വരും. നീ പേടിക്കണ്ട. നീ അവിടെ തന്നെ നിന്നോ. അവർ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയണ്ട. അവരൊക്കെ വന്നതിന്റെ ശേഷം ജിന്നുകളുടെ രാജാവ് വരും. കുതിരപ്പുറത്ത് കയറിയിട്ടവൻ വരും. അവൻ വന്ന് നിന്നോട് ചോദിക്കുമ്പോ നീ പറഞ്ഞാളാ, എന്നെ ശൈഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞാളാ. എന്നിട്ട് നിന്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയ വിഷയം പറഞ്ഞാളാ. അയാൾ അതിന് പരിഹാരം ചെയ്തു തരും. ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ, ജിന്നെ വിളിപ്പിച്ച അതിനെ കൊടുത്തോവാർ. മുഹീദ്ദീൻ മാലയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഈ മനുഷ്യൻ ചെന്നു കർഹിലേക്ക് പോയി. കർഹിലെ 5 മണൽ കുന്നിലെ ഒരു കുന്നിന്റെ പുറത്ത് പോയി നിന്നിട്ട് ഇതുപോലെ കളം വരച്ചു. ബിസ്മില്ലാഹി വഅലാ നിയ്യത്തി അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞ് കളം വരച്ചു. ഓത്തുല്ലാന്ന് പറഞ്ഞതുപോലെ അതാ വരുന്നു ജിന്നുകൾ. പല കോലത്തിൽ വരുന്നു. പാമ്പിന്റെ കോലത്തിൽ വരുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് കോലത്തിൽ വന്നാലും ഈ വരന്റെ അടുത്താണ് എത്തുമ്പോ ഷോക്കേറ്റതുപോലെ തെറിച്ചു പോവാം. ഷോക്കേറ്റതുപോലെ തെറിച്ചങ്ങനെ പോവാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ധൈര്യമായിട്ട് നിന്നു. അവസാനം ജിന്നിന്റെ രാജാവ് അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് വന്നപ്പോ മനുഷ്യനെങ്ങനെ നിൽക്കുന്നു. യാ ഇൻസി, ഏ മനുഷ്യ, എന്താ എന്റെ ആവശ്യം? നീ എന്തിനാ വന്നത്? അപ്പൊ പറഞ്ഞു, എന്നെ ശൈഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞയച്ചതാണ്. അപ്പോ ഈ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇയാളുള്ള ആ ഭൂമിയിൽ ഒരു മുത്തം കൊടുത്തിട്ട്, നിങ്ങൾ ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ ആളാണല്ലേ, എന്താ മോനെ ആവശ്യം, എന്താ വിഷയം? അപ്പൊ വിഷയമൊക്കെ പറഞ്ഞു കൊടുത്തു. 16 വയസ്സിലെ കുട്ടീനെ കാണുന്നില്ല. അപ്പോൾ ഇയാൾ അന്വേഷിച്ചു. ജിന്നുകളെ മുഴുവനും വിളിപ്പിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, ഒരു കുരുത്തം കെട്ട ജിന്നുണ്ട്. ആ ജിന്നിന്റെ അടുത്ത് ഒരു കുട്ടിനെ കണ്ടിരുന്നു, പെൺകുട്ടിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുരുത്തം കെട്ട ജിന്നിനെ വിളിപ്പിച്ചപ്പോ ജിന്നിന്റെ കൂടെ ഈ പെൺകുട്ടി 16 വയസ്സായ പെൺകുട്ടി ചോദിച്ചു, നീ എന്തിനാണ് കുട്ടിനെ പിടിച്ചത്? ഇയാൾ ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ മുരീദാ. ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ മുരീദിന്റെ കുട്ടിനെ നീ എന്തിനാ പിടിച്ചത്? അപ്പൊ പറഞ്ഞു, ഈ കുട്ടി ഒറ്റക്ക് മഗ്രിബിന്റെ നേരത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എനിക്കൊരു ബോധ്യം തോന്നിയതാണ്, ഈ കുട്ടീനോടൊരു വികാരം തോന്നി, അപ്പൊ ഞാൻ എടുത്തുകൊണ്ടുപോയതാണ്. തിരിച്ചു കൊടുത്തു. ഉടനെ അവനെ കൊല്ലാനും കൽപ്പിച്ചു, ആ കള്ളനെ കൊല്ലാനും കൽപ്പിച്ചു. നിങ്ങൾ നോക്ക്, ഈ ഒരവസ്ഥ മഹാനായ ഔസുല്ലാദിക്ക് എങ്ങനെ കിട്ടി? അതാണ് മുഹീദ്ദീൻ മാലയിൽ ജിന്നെ വിളിപ്പിച്ചതിനെ കൊടുത്തോവർ. ഇനിയും ഒരുപാടുണ്ട്. പാമ്പിനെ പായിപ്പിച്ച ചരിത്രങ്ങൾ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അത്യുന്നതമായ സ്ഥാനം മഹാനായ ഔസുല്ലാദിക്ക് ലഭിച്ചു. മഹാനായ മുഹമ്മദ് നബവി അൽ ജാവാ റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബിൽ എഴുതുന്നു, ഔസുല്ലാദം പറയുകയാണ്, മാ വസൽതു ഇലല്ലാഹ് ബിഖിയാമി ലൈലിൻ വലാ സിയാമി നഹാരിൻ ബൽ വസൽതു ഇലല്ലാഹ് ബിൽ കറമി വത്തവാദുഇ വസലാമത്തി സ്വദ്രി. മഹാനായ ഔസുല്ലാദമിന്റെ 881-ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇപ്പോ. 881-ാമത്തെ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ വന്നവരെ അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹ്
നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാഹ്. ഈ മഹാന്മാരെ സ്നേഹിക്കലല്ലാതെ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാഹ്. റബ്ബേ, അമലുകളെ കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ആഗ്രഹമില്ല. അതിനുള്ള അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഗൗസുൽ ആദമിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ്. താജുൽ ഉലമയെ സ്നേഹിക്കുന്നു അല്ലാഹ്. റബ്ബേ, നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹുവേ, അവിടുത്തെ ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. പയ്യന്നൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് പരപ്പനങ്ങാടിയിൽ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പരപ്പനങ്ങാടിയിൽ ഇറങ്ങിയിട്ട് വാളക്കുളത്തേക്ക് നടന്നു പോയിരുന്നു. അന്ന് വാളക്കുളം അബ്ദുൽ ബാരി തങ്ങളായിരുന്നു സമസ്തന്റെ പ്രസിഡന്റ്. ആ സമയത്ത് പരപ്പനങ്ങാടിയിൽ നിന്ന് വാളക്കുളത്തേക്ക് നടന്നുപോയി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഓടി നടന്നവരാ നൂറുൽ ഉലമ. സുബ്ഹാനല്ലാഹ്, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ അധ്വാനിച്ചത് കൊണ്ടാണ് ഇവിടെ മദ്രസകൾ ഉണ്ടായത്. അങ്ങനെ അധ്വാനിച്ചത് കൊണ്ടാണ് ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടായത്. അല്ലാഹുവേ, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു അല്ലാഹ്. അതിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, എല്ലാവിധ സൗകര്യങ്ങളും നീ ചെയ്തു തന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാക്കല്ലേ അല്ലാഹ്. ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാക്കല്ലേ അല്ലാഹ്. അവര് ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, ഔസുല്ലാദ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഞാൻ വസിയ്യത്തായി പറയുന്നു. ഔസുല്ലാദ് പറഞ്ഞു, മാ വസൽതു ഇലല്ലാഹ്, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. ഈ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ അല്ല ഞാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിയത്. അത്യുന്നതമായ സ്ഥാനം അള്ളാഹു എനിക്ക് തന്നത് 3 കാര്യങ്ങളെ കൊണ്ടാ. 3 കാര്യങ്ങളെ കൊണ്ടാ. ഒന്ന് ബിൽ കറമി, ഔദാര്യം കൊണ്ട്, എല്ലാവരോടും നല്ല ഔദാര്യവാനായ പെരുമാറ്റമായിരുന്നു. രണ്ടാമത്തത് തവാളുഇ, താഴ്മ കൊണ്ട്. മുഅ്മിനീങ്ങളെ, ഒന്ന് ഔദാര്യം, രണ്ടാമത്തെ താഴ്മ, അങ്ങേയറ്റത്തെ താഴ്മ, മൂന്നാമത്തെ സലാമത്ത് സദരി, ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ഹൃദയം ശുദ്ധമാണ്. ഈ 3 കാര്യങ്ങളെ കൊണ്ടാണ് ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചതെന്ന് ഓത്തുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം വസിയ്യത്തായി ഓർമ്മപ്പെടുത്തിയിട്ട് റഹ്മാനുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട്, ഔസുല്ലാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് എമ്പാടും ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇനിയും സംഭാവനകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. സാധാരണ സുന്നത്തെ ജമാഅത്തിന്റെ പരിപാടിയിലൊക്കെ അവസാനം ഒരു കളക്ഷൻ എടുക്കാറുണ്ട്. അത് ഉണ്ടാവില്ല ഇവിടെ, അതെല്ലാവരും തരും ഇൻഷാ അല്ലാഹ്. ഔസുല്ലാഹിന്റെ പരിപാടിയല്ലേ, താജുൽ ഉലമന്റെ പരിപാടിയല്ലേ. വല്ലാത്ത ധർമ്മിഷ്ഠനായിരുന്നു താജുൽ ഉലമ. അതൊക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. താജുൽ ഉലമ റബീഉൽ അവ്വൽ മാസത്തില് ഒരു ദിവസം കരുവന്തിരുത്തിയിൽ വരും. ആ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരേക്ക് വീട്ടിൽ മൗലൂദ് ഉണ്ടാവും. ഞാൻ ദർസിന്ന് മുത്താലിമകളെ പറഞ്ഞയച്ചു കൊടുക്കലാ. ആ കുട്ടി 30 ദിവസം അവിടെ മൗലൂദ് ഓതും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ദിവസം താജുൽ ഉലമ വന്നിട്ട് ഒരു മൗലൂദിന്റെ സദസ്സ് സംഘടിപ്പിക്കും. അതിൽ എ പി ഉസ്താദ് വരും, പലരും വരും, മുദരിസ് എന്നുള്ള കാര്യത്തിൽ ഞാനുണ്ടാവും. അതിൽ അങ്ങനെ എല്ലാവർക്കും പൈസ കൊടുക്കും. 5 ഉറുപ്പ്യ എല്ലാവർക്കും കൊടുക്കും. 5 ഉറുപ്പ്യയിൽ 10 ഉറുപ്പ്യ എല്ലാവർക്കും കൊടുക്കും. എനിക്കും തരും 5 ഉറുപ്പ്യ. 5 ഉറുപ്പ്യൻ്റെ ഉള്ളിൽ 100 ഉറുപ്പ്യ ഉണ്ടാവും. പുറമെ 5 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ 100 ഉറുപ്പ്യ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. ചുരുട്ടി വെച്ചിട്ട് കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ 5 ഉറുപ്പ്യ ഉള്ളൂ. ഞാൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 100 ഉറുപ്പ്യ ഉണ്ടാവും. അന്ന കാരണം മുദരിസല്ലേ, നാട്ടിൽ മുദരിസാകുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ മാതിരി ആയി പറ്റില്ലല്ലോ. താജുൽ ഉലമന്റെ ഒരു സ്വഭാവം നോക്കാട്ടെ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും പൈസ കൊടുത്തു. താജുൽ ഉലമ അത്രക്ക് ധർമ്മിഷ്ഠനാണ്. പൈസേൻ്റെ ഒരു പ്രശ്നമേ അല്ല. ഞാൻ ഉള്ളാളത്ത് വന്നപ്പോൾ താജുൽ ഉലമ അവിടെ റൂമിൽ പുറത്തിങ്ങനെ കസേരട്ടിരിക്കുക. അപ്പോൾ അവിടെയും പൈസ എടുക്കുന്നുണ്ട്, ഇവിടെയും പൈസ എടുക്കും. ഞാൻ അവിടെയൊക്കെ പൈസ അല്ല, അതൊക്കെ പൈസ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. പൈസ അവിടെയൊക്കെ ഉണ്ടാവുന്ന അതിന് അതൊന്നൊരു വില, യാതൊരു വിഷയമല്ല. സുബ്ഹാന ജല്ല ജലാലു. അതിൻ്റെ കുടുംബം, അവിടുത്തെ കുടുംബം ഇങ്ങനെ എത്ര ആളുകളെയാണ് അവിടെ നിന്ന് നോക്കാന്നറിയോ? സുബ്ഹാനല്ലാഹ്. വലിയ ധർമ്മിഷ്ഠനായിരുന്നു താജുൽ ഉലമ.
റസൂലുള്ളാഹി പറഞ്ഞു 3 കാര്യങ്ങളെ കൊണ്ടാണ് എനിക്ക് അള്ളാന്റെ സാമീപ്യം കിട്ടിയത്. ഒന്ന് ഔദാര്യത, ധർമ്മിഷ്ഠത, മറ്റൊന്ന് താഴ്മ, അങ്ങേറ്റത്തെ താഴ്മ, മറ്റൊന്ന് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത അവസ്ഥ. അള്ളാഹു അത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പള്ളി, ആ പള്ളിയിൽ മഹാനായ സയ്യിദ് അവറുകൾ ദ്വാരക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ദർസുൽഗാനത്തിൽ വന്നപ്പോൾ, നിങ്ങൾ ഉസ്താദിന്റെ ദർസുൽഗാനത്തിൽ വന്നപ്പോഴും സയ്യിദ് അവറുകളുണ്ട്. അപ്പൊ നിങ്ങൾ സയ്യിദന്മാരോട് വലിയ സ്നേഹമുള്ളവരാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അതൊക്കെ നമുക്ക് വലിയ ബർക്കത്താണ്. അവരുടെ തണലാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളായ സാധുക്കളായ നമ്മുടെ വക്കൽ നിന്ന് ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയ മുഴുവൻ സമയവും കബൂലാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. വലിയ പേടിയാണ്. മഹാനായ റാസി ഇമാമിനൊക്കെ പിശാചിന്റെ ശല്യം ഉണ്ടായി മരണസമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് നല്ല ആൾക്കാരെ സ്നേഹിച്ച് അവരോട് മഹബത്ത് വെച്ച് ഔസുല്ലാഹിന്റെ മേലിൽ ഫാത്തിഹ ഓതി, നല്ല നല്ല ആൾക്കാരെ മേൽ ഫാത്തിഹ ഓതിയാല് അവരുടെയൊക്കെ ഒരു സഹായം നമുക്ക് മരണസമയത്ത് ലഭിക്കും. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖന്മാര്, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവരൊക്കെ മരണസമയത്ത് വന്നിട്ട് ആശ്വാസം നൽകിയതും ഈമാന് സലാമത്താകാനുള്ള മാർഗങ്ങൾക്ക് നിർദ്ദേശിച്ചു കൊടുത്തതും എമ്പാടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ബാനി ഹസ്രത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ബാഖിയാത്തു സാലിഹാത്തിന്റെ സ്ഥാപകൻ മഹാനവറുകൾ 105ാമത്തെ ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. അവരുടെ ആണ്ട് നേർച്ച മഅദിനിൽ വെച്ച് ഇൻഷാ അല്ലാഹ് 2-ാം തീയതി നടക്കും. വാക്കവിമാരായ ആൾക്കാരായുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ ശിഷ്യനായിരുന്ന ശൈഖുന ആദം ഹസ്രത്ത് നവറല്ലാഹു മർഖദഹു 60-ലധികം കൊല്ലം ബാഖിയാത്തു സാലിഹാത്തിൽ ഉസ്താദായി സേവനമനുഷ്ഠിച്ച മഹാനവറുകള് വഫാത്താകുന്ന ഘട്ടത്തില്, ആദം ഹസ്രത്ത് വഫാത്താകുന്ന ഘട്ടത്തില് മഹാനായ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് വരികയാണ്. എത്രയോ മുമ്പ് മരിച്ചുപോയ മഹാനവറുകൾ വന്നപ്പോ ശൈഖുന ആദം ഹസ്രത്ത് പറഞ്ഞു, തള്ളുങ്കോ തള്ളുങ്കോ, മാറി നിൽക്ക് മാറി നിൽക്ക്, നിങ്ങളൊക്കെ മാറി നിൽക്ക്, ഹസ്രത്ത് ആത്തിഹേ, മഹാനായ ഹസ്രത്ത് വരുന്നു. ആ മരണസമയത്ത് മഹാനായ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് വന്നു, തന്റെ ശിഷ്യന്റെ അടുത്തേക്ക് വന്നു എന്ന് കൂടി നിന്ന ആൾക്കാർ പറയുകയാണ്. അതാണ് ഉസ്താദുമാരും ഗുരു ശിഷ്യന്മാരും തമ്മിലൊക്കെയുള്ള ബന്ധം. ഞാനൊക്കെ എൻ്റെ മുത്തല്ലിമികളോട് പറയും, നമ്മളടുത്ത് ഒന്നുമില്ല, പക്ഷെ എൻ്റെ ഉസ്താദാണ് മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ഉസ്താദ്, അള്ളാഹു ഇവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉസ്താദാണ് താജുൽ ഉലമ, എൻ്റെ ഉസ്താദാണ് സുലൈമാൻ ഉസ്താദ്. അവരൊക്കെ സ്വർഗത്ത് പോകുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നെ വിളിക്കാതെ അവർ പോവോ, നമ്മളെ കൂട്ടാതെ അവർ പോവോ? ഇതാണ് നമ്മളൊക്കെ ഒരു വിശ്വാസം ഉള്ളത്. കാരണം നമ്മൾ അവരൊക്കെ സ്നേഹിക്കുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, അന്ത മഅമൻ അഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരെ കൂടെ നീ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. അപ്പൊ നമ്മൾ അവരൊക്കെ ഇഷ്ടപ്പെടും. നമുക്കതല്ലാതെ നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹ് തന്നു. പഴയ കാലത്ത് വഅദ് പറഞ്ഞാല് ഇടക്ക് വെച്ച് വഅദ് നിർത്തുമ്പോൾ ഒരാൾ വലത്തെ ഭാഗത്തുണ്ടാവും, ഒരാൾ ഇടത്തെ ഭാഗത്തുണ്ടാവും, വിശറിയേറ്റ് ഇങ്ങനെ വീശി കൊടുക്കും. അപ്പൊ ഫാൻ തന്നെ കറങ്ങേണ്ട ആവശ്യമില്ല. എന്താ, ഞാൻ വേർത്തിട്ടില്ല, അങ്ങനത്തെ സംവിധാനമായിപ്പോയി. ഇതല്ലേ നമ്മുടെ അവസ്ഥ. പെട്രോൾ മിക്സ് എന്ന് പറഞ്ഞ സാധനം ഈ കുട്ടിയോട് ചോദിച്ചാൽ ഒരിക്കലുണ്ടാവില്ല. അതെന്താണ് സാധനം? പെട്രോൾ മിക്സ് എന്താണ്? ഇപ്പം അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, നമ്മൾ മറ്റേ കഴിഞ്ഞ കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വേങ്ങര ഭാഗത്ത് വലിയോറയിൽ എൻ്റെ ഒരു ശിഷ്യൻ്റെ വീട്ടിൽ നിന്ന് നടന്നൊരു സംഭവം. അതുകൊണ്ടാണ് അത് ശരിയായ സംഭവം മനസ്സിലായത്. 2-3 ദിവസം കറണ്ട് ഉണ്ടായില്ല. മെഴുത്തിരി കത്തിക്കുന്ന രൂപം വന്നു. അപ്പം ഈ മെഴുത്തിരി എന്താണെന്ന് കുട്ടികൾക്കറിയില്ല. ആ മെഴുത്തിരി ഇങ്ങനെ കത്തിച്ച് വെച്ച മെഴുത്തിൻ്റെ അടുത്തൊരു കുട്ടി ചെന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇപ്പോഴത്തെ എവിടെ ഓഫാക്കുക. അപ്പോൾ ഓനക്ക് ഓഫാക്കാനുള്ള സ്വിച്ച് എവിടെയും കാണുന്നില്ല. ഓൻ അതാ നോക്കരുത്, ഇപ്പം എവിടെ ഓഫാക്കുക. സംഭവിച്ചതാണ്. ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. അപ്പൊ പെട്രോൾ മിക്സ് എന്താ അവരോട് ചോദിച്ചാൽ കേട്ടപ്പോൾ എന്താ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ചോനെ ഞമ്മക്ക് അറിഞ്ഞൂടാ എന്ന് കുട്ടിയോട് പറയും. ആ പെട്രോൾ മിക്സ് കത്തിച്ചിട്ടായിരുന്നു വഅദ് പറഞ്ഞിരുന്നത്. പഴയ ആൾക്കാർ ചോദിച്ചു നോക്കട്ടെ. അത് കത്തിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി, അതൊക്കെ രസമായിരുന്നു. അതിങ്ങനെ അടിച്ചു കൊടുക്കണ കാണാൻ. എന്നിട്ടൊരു മന്ത്രിച്ചൂതലുണ്ട്, ഇങ്ങനെ എന്നിട്ടൊരു ഹോതലുണ്ട്, അതൊക്കെ കാണാനും വലിയ രസമായിരുന്നു. ഞാൻ അതിലൊക്കെ പങ്കെടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ടാ പറയും, ഈ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ എനിക്ക് മനസ്സിലാവും. അവർക്ക് തസവൂറാവൂല, തസ്ദീഖാവൂല.
പിന്നെ ഒന്നും ആവില്ല ഈ കുട്ടികൾക്ക്. നോക്കട്ടെ നിങ്ങൾ. അപ്പൊ പേടിയാവുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും അള്ളാഹു അങ്ങനെ ചെയ്തു തന്നിട്ട് സുബ്ഹാന ജല്ല ജലാലു നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, നല്ല നല്ല ആൾക്കാരൊക്കെ സ്നേഹിക്കണം. അവരുടെയൊക്കെ ഒരു ബർക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നൊരു വിശ്വാസവും വേണം. നല്ല കാര്യങ്ങളോട് നമുക്ക് താല്പര്യം വേണം. നേരത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞതുപോലെ ഈ കണ്ണുണ്ടല്ലോ, ഇത് അള്ളാനെ കാണാനുള്ള കണ്ണാണ്. നിങ്ങൾ ആലോചിക്കണേ, ഇത് അള്ളാനെ കാണാനുള്ള കണ്ണാണ്. ഒരു മനുഷ്യൻ ഖബറിലേക്ക് കണ്ട് ഓനെ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന അവയവം കണ്ണാണ്. 3 ദിവസം കഴിഞ്ഞാൽ കണ്ണ് നിൽക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് വരും. കണ്ണ് നിൽക്കുന്ന സ്ഥലത്തേക്ക് പുറത്തേക്ക് ഒന്ന് കവളത്ത് വന്ന് നിൽക്കും. അതുകൊണ്ടാണ് കണ്ണ് പോക്ക് എന്ന് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞാൽ കണ്ണോക്കായി. കണ്ണോക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് പോക്കാണ്. കണ്ണ് 3-ാമത്തെ ദിവസം പോവും, അതിവിടെ വരും. അതുകൊണ്ട് കണ്ണ് പോക്ക് എന്നുള്ളത് കണ്ണോക്കായി മാറിയതാണ്. അങ്ങനെയാണ് കണ്ണോക്ക് വന്നത്. ഈ കണ്ണ് അള്ളാനെ കാണാനുള്ള കണ്ണാണ്. അള്ളാനെ കാണാൻ കഴിയുമെന്ന ഹദീസിൽ വന്നതാണ്. കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാ. അതൊരെന്തൊരു രസമായിരിക്കും. ആകാശത്തെ പടച്ച്, ഭൂമിയെ പടച്ച്, നമ്മളെ പടച്ച റബ്ബിനെ കാണാനുള്ള ഒരു ഭാഗ്യം, അതൊരു മഹാഭാഗ്യല്ലേ. അള്ളാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം, നല്ലേറ്റുകളെ കാണാനുള്ള ഭാഗ്യം, അമ്പിയാക്കന്മാരെ മുഴുവനും കാണാൻ പറ്റും, ബദരീങ്ങളെ കാണാൻ പറ്റും, അമ്പർത്തങ്ങൾ പാപ്പാനെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ ഉള്ളതാണ് മക്കളെ ഈ കണ്ണ്. നമ്മുടെ കയ്യിലുള്ള ഈ സാധനത്തിൽ ഹറാമുകളുണ്ട്, നല്ലതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ കൊണ്ട് ഹറാമുകൾ ചെയ്യല്ല. അത് വരുമ്പോ എന്റെയും നിങ്ങളെയും മനസ്സിൽ, ചെറുപ്പക്കാരെ, അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ മനസ്സിൽ എൻ്റെ കണ്ണിത് കാണാനുള്ളതല്ല. ഇങ്ങനെ ഔറത്ത് ഒളിവാക്കി നിൽക്കുന്ന പെണ്ണുങ്ങളെ കാണാനുള്ളതല്ല, ആണുങ്ങളെ കാണാനുള്ളതല്ല. അവർക്ക് നമ്മൾ കണ്ടിട്ട് കാശ് കിട്ടണം. അതുകൊണ്ടാണ് അവരുടെ ഉദ്ദേശമുള്ളത്. അങ്ങനെ ഏതെങ്കിലും തമ്മാടികൾക്ക് കാശുണ്ടാക്കി കൊടുക്കാനുള്ളതല്ല എൻ്റെ കണ്ണ്, അവരുടെ ശരീരം കണ്ട് ആസ്വദിക്കാനുള്ളതല്ല എൻ്റെ കണ്ണ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ എൻ്റെ സമയം ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല, ഈ രൂപത്തിൽ നശിപ്പിക്കാനുള്ളതല്ല. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് അധ്വാനിച്ചുണ്ടാക്കാനുള്ളതാണ് എന്നൊരു മനസ്സ് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും അല്ലാഹുവേ നാളെ ആഖിറത്തിൽ വലിയ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒന്നുമില്ല അല്ലാഹ്, ജീവിതത്തിലെ നല്ല നല്ല സമയങ്ങളൊക്കെ പോയി അല്ലാഹ്. ശരീരത്തിലെ കറുത്ത രോമങ്ങൾക്കിടയിൽ വെള്ള രോമങ്ങൾ വരാൻ തുടങ്ങി അല്ലാഹ്. അത് ഇവിടുന്ന് വിട പറയാനായി എന്നതിൻ്റെ സൂചനയാണ് അല്ലാഹ്. റബ്ബേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. മഹാനായ റാസി തങ്ങളെ രക്ഷപ്പെടുത്താറുണ്ട്. മുഹീദ്ദീൻ ബിൽ അറബി വന്നെങ്കിൽ സാധുക്കളായ ഞങ്ങളെ ആര് രക്ഷപ്പെടുത്തും അല്ലാഹ്? ഞങ്ങൾക്ക് ആരുണ്ട് അല്ലാഹ്? അല്ലാഹുവേ, നിന്റെ മഹാന്മാരെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഞങ്ങളെ ഈമാനെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഈമാനെ നശിപ്പിക്കല്ലേ അല്ലാഹ്. അതില്ല ഞാൻ ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനെ സലാമത്താക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ ഇക്കോലത്തിലാക്കിയ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉപ്പ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട തിരുരങ്ങാടി ബാപ്പു ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹുവേ, അങ്ങനെയുള്ള മശായിഖ്മാരൊക്കെ ഖബറിലാണ് അല്ലാഹ്. അവിടെ ഖബറിനെ നീ സ്വർഗ്ഗപ്പൂങ്കാവക്കണേ അല്ലാഹുവേ. അവിടെ ഖബറിനെ നീ സ്വർഗ്ഗപ്പൂങ്കാവനാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഞങ്ങളെ മശായിഖന്മാർ, ഞങ്ങളെ കൈപ്പിടിച്ച് നല്ലതിലേക്ക് ഞങ്ങളെ നയിച്ച ഉസ്താദുമാർ, അല്ലാഹുവേ, അവരാണ് ഞങ്ങളുടെ എല്ലാം. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. സുലൈമാൻ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആ മുഖം, മനോഹരമായ മുഖം ധാരാളം വർഷം കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം തന്നവർ, അല്ലാഹുവേ, ഇൽമു പഠിക്കുന്ന കാലത്തൊക്കെ മോനെ എന്ന് വിളിച്ച് ഭക്ഷണം തന്നവർ, അല്ലാഹുവേ, അവരിൽ പലരും ഖബറിലാണ് അല്ലാഹ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരൊക്കെ ഭക്ഷണം തന്നത് കൊണ്ടാണ് ഇൽമു പഠിക്കാൻ കഴിഞ്ഞത് അല്ലാഹ്. ഈ സദസ്സിനെ അഭിമുഖീകരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് അവർ ഭക്ഷണം തന്നത് കൊണ്ടാണ് അല്ലാഹ്. അവർ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് അല്ലാഹ്. അവർ സഹായിച്ചത് കൊണ്ടാണ് അല്ലാഹ്. അവരുടെ ഖബറൊക്കെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. വിഷമഘട്ടത്തിലൊക്കെ സഹായിച്ച നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ ദുആയല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല അല്ലാഹ്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്.
റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളിൽ പലരും, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി. അല്ലാഹ്, ഇവിടുത്തെ ഉസ്താദ് ഹസീനാറിന്റെ ഉമ്മ, ജ്യേഷ്ഠൻ, അള്ളാഹുയുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂങ്കാവനാക്കണേ അല്ലാഹ്. അവരെ നീ ഖബറിൽ ഒറ്റക്കാക്കല്ലേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂങ്കാവനാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്ത് നൽകണേ അല്ലാഹ്. വലിയ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാൻ റഹീമായ റബ്ബേ, ഈ സദസ്സിലേക്ക് ആരൊക്കെ സംഭാവന ചെയ്യുന്നു അവർക്കൊക്കെ അതിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ അല്ലാഹ്. വലിയൊരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മഅരിഫത്ത് കിട്ടി ഖൽബിലെങ്കി മരിക്കാനുള്ള മഹാഭാഗ്യം സാധുക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇത് നൽകണേ അല്ലാഹ്. ഉമ്മമാര് വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലാഹ്. അവരുടെ മക്കളൊക്കെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. കൺകുളിർമയായ മക്കളാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.